Hello, good morning all. Wonderful morning. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങള്? ഹാപ്പി ആണോ? യെസ്, ഹാപ്പി ആണ്, ഹെൽത്തി ആണ്. അപ്പോ ഇന്ന് നമ്മളുടെ കലണ്ടറിൽ നിന്ന് ലാസ്റ്റ് പേജ് മറിയുന്ന ദിവസമാണ് അല്ലേ? നമ്മുടെ കലണ്ടറിൽ നിന്ന് ലാസ്റ്റ് പേജ് ആയിട്ടുള്ള ഡിസംബർ 31 മറിഞ്ഞു പോകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ആയുസിന്റെ ഏടിൽ നിന്ന് ഒരു താള് കൂടി മറിഞ്ഞു പോവുകയാണ് അല്ലേ? ആണോ? ആ ഒരു തോട്ടിലാണ് പലരും ഇരിക്കുന്നത് അല്ലെ? ആ ഒരു ചിന്തയാണ്, ഈ വർഷം കടന്നു പോവുകയാണല്ലോ എന്നുള്ള വിഷമമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? നോ, ഇല്ല. റഹീന മാമിനില്ല. യെസ് ഓർ നോ? വിഷമമുണ്ടോ? ഫുൾ ടൈം ഹാപ്പി ആണ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ് ഹേമന്ത് സർ. അംബിക മാമിന് വിഷമമുണ്ട്. ഓക്കെ, അപർണ മാമിന് വിഷമമില്ല. അപ്പൊ വിഷമമുള്ളവരും ഇല്ലാത്തവരും ഉണ്ട് അല്ലേ? അപ്പോഴേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പോഴും ഉണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ ജോലി എന്താന്ന് വെച്ചാല്, എന്താണ് ചെയ്തിരുന്നെന്ന് വെച്ചാല്, ഡിസംബർ 31 എന്ന ഈ ഒരു ദിവസത്തിലെ ആ ഒരു ലാസ്റ്റ് മൂമെന്റ് ഉണ്ടല്ലോ, ഡിസംബർ 31 നിന്ന് അങ്ങോട്ട് ആ ഒരു ലാസ്റ്റ് ഡേയില് രാത്രി വന്നിട്ട് ആ ഒരു സമയം, ഇത്രയും ഈ ഒരു വർഷത്തില് ഞാൻ എന്താണ് ചെയ്തത്, എനിക്ക് എന്താണ് കിട്ടിയത്, ഞാൻ എത്രയൊക്കെ സമയം വെറുതെ ചെലവഴിച്ചു എന്നൊക്കെയുള്ള നഷ്ടങ്ങളുടെ കണക്കെടുത്ത് ഡയറിയിൽ ഇങ്ങനെ കുത്തിക്കുറിച്ച് ആ ഡിസംബർ 31 11:59 എന്നുള്ളത് 0000 അല്ലെ, 12 മണിയെ അങ്ങനെയാണ് കാണിക്കുക അല്ലെ കലണ്ടറിൽ. ഈ ഒരു ടൈമിലേക്ക് ഷിഫ്റ്റ് ആവുന്ന സമയത്തൊക്കെ കരഞ്ഞുകൊണ്ട്, വളരെയധികം വിഷമിച്ചുകൊണ്ട്, എന്തിനാന്നറിയില്ല അങ്ങനെ കരയും, വിഷമിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ആരാണെന്ന് അറിയാമോ? അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതാരായിരുന്നു അറിയാമോ? നിങ്ങൾ ബുക്കുകളിലൊന്നും വായിച്ചിട്ടില്ല? പറയൂ. ഈ വർഷം ഇങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു പോവാണല്ലോ എന്ന് വിഷമിച്ചിരുന്ന ആ ഒരു പെൺകുട്ടിയാണ്, ദാറ്റ് ഈസ് നൺ അതർ ദാൻ തസ്ലീന. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന ഞാനായിരുന്നു ആ പെൺകുട്ടി. ഓക്കെ, യെസ്, ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ എങ്ങനെ ആ ഒരു ടൈം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത്, എല്ലാരും ഉറങ്ങുന്ന സമയത്ത് എന്തിനോ വേണ്ടി വിഷമിക്കുന്ന ഒരു ആളായിരുന്നു. എന്നാല് ഇന്ന് അതൊക്കെ മാറിയില്ലേ? ഇന്ന് നമ്മള് സന്തോഷത്തിലാണ്. ഒരു വർഷത്തെ കൂടി വരവേൽക്കുന്നതിന്റെ ആ ഒരു സന്തോഷാണ്. ആ, എനിക്ക് തോന്നി, പലർക്കും തോന്നി. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ ആദ്യമൊക്കെ നമ്മളെ ഈ ഒരു സമയത്ത് ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി ഇല്ലേ, ന്യൂ ഇയർ കാർഡുകളൊക്കെ സെൻഡ് ചെയ്യായിരുന്നു. നിങ്ങൾ ഇപ്പോൾ സെൻഡ് ചെയ്യാറുണ്ടോ? ന്യൂ ഇയർ കാർഡൊക്കെ അയക്കാറുണ്ടോ? അയക്കാറുണ്ടോ? ഇപ്പൊ നമ്മളെല്ലാം മൊബൈലിലാണ് അല്ലേ? യെസ്, എല്ലാം ഇപ്പം വാട്സപ്പിലാണ്. എല്ലാം വാട്സപ്പില് അല്ലെ? ന്യൂ ഇയർ മെസ്സേജും ബർത്ത്ഡേ വിഷസും എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലൂടെ ഇങ്ങനെ ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. FBയിലൂടെ, ഇൻസ്റ്റയിലൂടെ ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു വർഷത്തെ നമുക്ക് സന്തോഷത്തോടു കൂടി വരവേൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആണ്, ലെറ്റ്സ് വെൽക്കം 2026 വിത്ത്
ജോയ്, അല്ലെങ്കിൽ ലെറ്റ്സ് വെൽക്കം ദ ന്യൂ ഇയർ വിത്ത് ജോയ്. ഈ ഒരു വർഷത്തെ, പുതുവർഷത്തെ നമുക്ക് സന്തോഷത്തോടുകൂടി വരവേൽക്കാം, അല്ലേ? നമുക്ക് ഓരോ വർഷവും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വർഷവും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മളിപ്പോ, ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു വർഷം കഴിഞ്ഞു പോകുന്നല്ലോ എന്നുള്ള വിഷമത്തില് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവാമായിരുന്നു. ഏതോ ഒരു പ്രിയപ്പെട്ട ആള് എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പോലെ, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ പെടുന്നത് പോലെ, പുതിയ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് പോലെ ഞാൻ അന്ന് വിഷമിച്ചിരുന്നു. ഓക്കെ, നമ്മുടെ ഫാമിലിയിലൊക്കെ നമുക്ക് പല ആളുകളെയും നഷ്ടപ്പെട്ട് പോകുന്നത് എപ്രകാരമാണോ അതുപോലെ, അല്ലെ? ഈ ഒരു 31st മറിഞ്ഞു പോകുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മൾ നേടിയിട്ടുണ്ടാവാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ലഭിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലെ? ഒരുപാട് നോളജ് നിങ്ങൾക്കൊക്കെ കിട്ടി. നിങ്ങളൊക്കെ ഒരുപാട് വലിയ വലിയ ആളുകളാണ്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ മോർണിംഗിൽ വന്ന് കാര്യമായിട്ടിരുന്ന് ക്ലാസ്സുകൾ കേട്ട് പല ആളുകളും അതിന്റെ നോട്ട്സുകൾ കുറിച്ചു വെക്കുന്നു, അല്ലെ? ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് നോളജ് നിങ്ങൾ അറിയാതെ തന്നെ ഈ ഒരു മോർണിംഗ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? കറക്റ്റ്. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് 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 നോളജസ്. ആരും ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത് ഒരൊറ്റ വെറുതെ വന്ന് എടുക്കുന്നതല്ല, അല്ലെ? അവർക്ക് പ്രിപ്പറേഷൻസ് വേണം. സാർ ആണെങ്കിലും ഫിദയാണെങ്കിലും ഞാനാണെങ്കിലും ഇതിന്റെ മുന്നേ നമ്മുടെ ക്ലാസ് എടുത്തിട്ടുള്ള ട്രെയിനേഴ്സ് ഒക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല ക്ലാസ്സുകളും അല്ലെങ്കിൽ പല വീഡിയോസും ഒക്കെ അവരത് പറയുന്നത് അവരുടെ അനുഭവങ്ങളിൽ നിന്നും, അതോടൊപ്പം തന്നെ ബുക്കുകൾ, വീഡിയോസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടും അതിലൂടെ അവര് അതിനെ വിലയിരുത്തിയിട്ട് അതവർക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇവിടെ വന്ന് പറയുന്നത്, അല്ലെ? അതിന്റെ രത്നച്ചുരുക്കം എവിടെ നിന്നൊക്കെയോ എടുത്തിട്ട് കൊണ്ടുവരുന്നതാണ്, അല്ലെ? അപ്പൊ അത് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുമ്പോ എത്ര നോളജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുപാട് കഴിവുകൾ നേടിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ചില കുഞ്ഞു കുഞ്ഞു നഷ്ടങ്ങള്, അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക്, ചില ബന്ധങ്ങൾ നമുക്ക്, നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറുന്ന സമയത്ത് നമ്മളിൽ നിന്നും ചില ആളുകളെ നമുക്ക് എന്ത് ആവുന്നുണ്ട്? നഷ്ടമാവുന്നുണ്ട്, അല്ലേ? നമ്മള് വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോ, നല്ല ബന്ധങ്ങളിലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുമ്പോ, എന്ത് ആണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തില് ചിലപ്പോ പ്രിയപ്പെട്ട ആളുകളെ നമുക്ക് ഈ ഒരു വർഷത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലേ? നമ്മൾ ചിലപ്പം സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം, അല്ലേ? നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് വെടിയേണ്ടി വന്നിട്ടുണ്ടാവാം, ശീലങ്ങൾ മാറ്റിയിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ പല പല അനുഭവങ്ങളുമായിട്ടാണ്, പല സന്തോഷവും അതുപോലെ ചില സന്താപങ്ങളും സമ്മാനിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത വർഷം അടുത്ത വർഷം ഞാൻ അടിപൊളിയാക്കും, ഞാനൊരു കലക്ക് കലക്കും, അല്ലെ? എപ്പോഴാ ചിന്തിക്കുന്നത്? ഇനിയിപ്പം നമ്മൾ കുറച്ച് ഈ ഡിസംബറിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, ഡിസംബർ വരെയല്ലേ, അടുത്ത വർഷമാവട്ടെ, അല്ലെ? അടുത്ത വർഷം എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്, അല്ലേ? എന്നാല് എല്ലാ വർഷത്തിനും എന്താണുള്ളത്? ഈ ഡിസംബർ 31 എന്ന ദിവസത്തിലേതുപോലെ തന്നെ ആണ് നെക്സ്റ്റ്, അതായത് നാളെ വരുന്ന ജാനുവരി 1 എന്തുള്ളത്? സമയമുള്ളത്, മണിക്കൂറുകളുള്ളത് അതേ ദിവസമാണ്, അതേപോലെയാണ്, അല്ലെ? കലണ്ടറിലെ അക്കങ്ങൾ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ദിവസം നാളെ ഒരു പുതിയ ആളായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കുറെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, അല്ലെ? അതിലെന്തൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട്? അതിലെന്തൊക്കെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു? ഞാൻ തുടങ്ങി വെച്ച ശീലങ്ങൾ എവിടെ? അല്ലെ? നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്തു, പല ആളുകളും ഗോൾ സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെച്ചു ഈ വർഷം.
അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് തുടങ്ങിയ ആളുകൾ ഉണ്ടാവാം. അതിനെ എത്രമാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി, അതുപോലെ അതിൽ നിന്നൊക്കെ എത്രമാത്രം റിസൾട്ടുകൾ നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അല്ലേ? നമുക്ക് എന്ത് മാറ്റം ഉണ്ടായി, എന്തൊക്കെ നല്ല ശീലങ്ങൾ നമ്മൾ തുടങ്ങി, എന്തൊക്കെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ഒഴിവാക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു. യെസ്, ഈ ഒരു 2026 നമ്മൾ ഒരു കലക്ക് കലക്കും, അല്ലേ? അങ്ങനെ വിചാരിക്കുന്നില്ലേ? ഇതെന്റെ വർഷാണ്. യെസ്, അല്ലേ? ഈ ഒരു ന്യൂ ഇയർ, ഒരു 2026 എന്ന് പറയുന്നത് എന്റെ വർഷമാണ്. അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു 2026 വളരെ സന്തോഷത്തോടു കൂടി വരവേൽക്കണം. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിൽ കൊണ്ടുപോയി സന്തോഷത്തോടെ ഈ ഒരു വർഷത്തെ വർഷത്തെ നമ്മൾ പറഞ്ഞു വിടുമ്പോൾ ആ ഒരു വർഷത്തെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശീലമാക്കണം. ശീലമാക്കണം, നമ്മളിൽ ഉള്ളതാണ്. നമുക്ക് ഒന്ന് ജസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കല്ല കേട്ടോ, നമുക്ക് ഒരുമിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് തന്നെ ഒന്നൊരു അടുക്കും ചിട്ടയോടും കൂടെ നമുക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. എല്ലാത്തിനും ആ ഒരു ഡിസിപ്ലിന് വരുമ്പോഴാണ് അല്ലെ ഇത് അതിൻ്റെതായിട്ടുള്ള ഒരു മനോഹാരിത ഉണ്ടാവുന്നത്, അതിന്റെ സൗന്ദര്യം ഉണ്ടാവുന്നത്, അല്ലെ? അല്ലെങ്കിൽ അത് അങ്ങനെ അടുക്കും ചിട്ടയല്ലെങ്കിൽ നമുക്ക് ബേർഡൻ ആയി പോവും, അല്ലെ? നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മിസ് ഔട്ട് ആയി പോകും. എന്നാൽ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഒരുപാട് അടുക്കും ചിട്ടയും അല്ല ഇങ്ങനെ OCD പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും ഒരുപാട് ടൈം കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് ഈ വർഷം അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വി കനോട്ട് ക്രിയേറ്റ് മിറാക്കിൾ ടുഡേ. ഇന്നത്തെ ഈ ഒരു ദിവസത്തില് നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഈ വർഷത്തിൽ നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ കുറെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ? ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരിൽ നിന്നും വിഷമതകൾ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും നമുക്ക് അല്ലെ മിസ് ഔട്ട് ആയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളോട് തന്നെ നമുക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. അയ്യോ, ഞാൻ ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ തോട്ടൊക്കെ ഉണ്ട് അല്ലെ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മളോട് തന്നെ ഫുഗിനെസ് കൊടുക്കുക എന്നുള്ളത്. നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അല്ലെ? ഒരുപാട് വിഷമങ്ങൾ നമ്മൾ സഹിക്കുന്നുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം, അതുപോലെ മറ്റുള്ളവരിൽ നിന്നുണ്ടായിട്ടുണ്ടാവാം, മറ്റുള്ളവർ നമ്മൾ കാരണം ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു കാരണം അതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക, ഫുഗീവ് ചെയ്യുക. ഈ ഒരു വർഷത്തിലുള്ള ബേർഡനും കൊണ്ട്, ഈ ഒരു വിഴുപ്പും കൊണ്ട് നമ്മൾ അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പുറകെ ആണ് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം നമ്മൾ ഇന്ന് തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫുർഗീനസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ അല്ലേ? സെറ്റ് ആണോ? യെസ് ഓർ നോ? ആർ യു റെഡി? റെഡി ആണോ? യെസ്, വി ആർ റെഡി. നമ്മൾ റെഡിയാണ്. നിങ്ങൾ നല്ലോട്ടെ, ഞാൻ നിങ്ങളുടെ കൂടെയാണ് കേട്ടോ. നിങ്ങളുടെ കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഓക്കെ, നമുക്കൊന്ന് ഇങ്ങനെ അടുക്കും ചിട്ടയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫുഗി ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് യെസ്, ആ വിങ്ങുന്ന നമ്മുടെ ഹൃദയത്തിൽ ആ വിങ്ങുന്ന വേദനകള്, ആ ഓർമ്മകള്, ആ മെമ്മറിയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുക്തി നേടിക്കൊണ്ട് നമുക്ക് പുതിയ ഈ ഒരു വർഷത്തിലേക്ക് കാല് വെക്കാന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ വർഷത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? അല്ലെ? ഒരുപാട് അറിവുകൾ ലഭിച്ചു, ഒരുപാട് നല്ല ആളുകളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും, ഒരുപാട് നല്ല സ്കിൽസുകൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചില ക്വാളിറ്റീസ് നമ്മളിൽ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുണ്ടാകും അല്ലേ? അതുപോലെ നമ്മൾ ഈ ഒരു വർഷത്തില് നമുക്ക് ഇത്രയും ഈ ഒരു വർഷം കൂടെ നമുക്ക്
ദൈവം തമ്പുരാൻ തന്നു അല്ലേ, പടച്ചോൻ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അല്ലേ. ഇത്രയും മണിക്കൂറുകൾ, ഇത്രയും വെള്ളം, ഇത്രയും വസ്ത്രങ്ങള്, ഇത്രയും ഭക്ഷണം അല്ലേ, നല്ല വാക്കുകള്, അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ അല്ലെ. ഇപ്പോഴും നമ്മുടെ കണ്ണ് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു. അതിന് ആത്മാർത്ഥമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ ആയുസ്സില് നമ്മൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെ. 2026 വരുമ്പോൾ, ഈ 2025 വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അല്ലേ. അപ്പോ അതുപോലെ നമ്മുടെ പരിപൂർണമായ ആരോഗ്യത്തിന് അല്ലേ, അതുപോലെ നമ്മളിപ്പോഴും അല്ലേ, നമ്മുടെ കൈയുണ്ട്, കാലുണ്ട് അല്ലേ, മറ്റുള്ള ബോഡി പാർട്സുകളൊക്കെ ഉണ്ട്. ഇനി അഥവാ അതിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്നിതൊക്കെ ഈ ഉള്ള അനുഗ്രഹങ്ങൾക്ക് എന്തൊക്കെയാണോ ഉള്ളതിന് നന്ദി പറയുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, അപ്പൊ 2 പോയിന്റ്സ് ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് സെറ്റ് ന്യൂ ഗോൾസ്. പുതുവർഷത്തിലേക്ക് പുതിയ ഗോൾസ് ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? ഇന്ന് തന്നെ നമ്മുടെ ന്യൂ ഇയറിലേക്കുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളിൽ പലരും അടിപൊളിയായിട്ട് ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഒരുപാട് പേര് അല്ലെ, നമ്മളിപ്പം നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വെൽത്തിന്റെ അല്ലെ, വെൽത്ത് മാസ്റ്ററിയിലേക്ക് വന്നപ്പം അവിടെ ഗോൾ സെറ്റ് ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ നമ്മുടെ മീറ്റപ്പിന് സൂപ്പർ ആയിട്ട് ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ആ ഗോൾ സെറ്റിങ്ങിൽ നിങ്ങൾക്ക് അവിടെ ഒരു, ഞാനിപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയണം, നിങ്ങൾക്ക് കൊണ്ട് സാർ ഗോൾ സെറ്റ് ചെയ്തു, പിന്നെ ഒരു കാർഡ് തന്നിട്ടുണ്ട് അല്ലെ ഗോൾ സെറ്റിങ്ങിന്റെ. അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിന്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതില് ആ ഓരോ കോളം ഇല്ലേ, ആദ്യം നമ്മൾ ഗോള് വ്യക്തമായിട്ട് എഴുതി അല്ലെ. ഇന്ന വർഷം ഇന്ന ഡേറ്റിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറി താമസം അല്ലെങ്കിൽ ഹൗസ് വാമിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, ഹോം അല്ലെങ്കിൽ ഡ്രീം ഹോം എന്ന് മാത്രം എഴുതുക. ഓക്കെ, ഓരോ ദിവസവും നിങ്ങൾക്ക് കഴിയുന്നത്രയും നിങ്ങൾ അതിനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ കോളത്തിലും ആ ഗോളുകൾ, അതിനാണ് ആ കോളങ്ങൾ തന്നിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഗോള് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അത് സെറ്റ് ചെയ്യുക. ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഫിനാൻഷ്യൽ ഗോള് അല്ലെ, ഫിനാൻഷ്യൽ ഗോൾ ഉണ്ട്, കരിയറിന്റെ ഗോള് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെന്റ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തിന് ബ്യൂട്ടി, അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. ഇന്ന സമയത്ത് ഞാൻ ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഞാൻ കൂട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഫുഡ്, ഹെൽത്തി ഫുഡ്സ് മാത്രം സെർച്ച് ചെയ്യും, ഷുഗർ കട്ട് ചെയ്യും ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, കലോറി കുറയ്ക്കും ഇല്ലേ, ഇതുപോലെ ഫാറ്റ്, ലോ ഫാറ്റ് ഫുഡ് ആണ് എടുക്കുക. ഇങ്ങനെയുള്ള എന്തൊക്കെയാണ് നിങ്ങളുടെ ഹെൽത്തിനനുസരിച്ചുള്ള ആ ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ അതാണ് പേഴ്സണൽ ഗോൾസ് വരുന്നത്. പിന്നെ വരുന്ന എന്താണ്, റിലേഷൻഷിപ്പിലുള്ള ഗോൾസ് ഉണ്ട് അല്ലെ. റിലേഷൻഷിപ്പ്, എന്റെ റിലേഷൻഷിപ്പ്, എനിക്ക് ഇന്ന ആളുകളായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ടൈം, ഞാൻ എൻ്റെ ഫാമിലിക്ക് ഇത്രയും ടൈം ക്വാളിറ്റി ടൈം കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന ആളുകളെ ഞാൻ ഈ വീക്കിലി ഇന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള മെമ്പേഴ്സിനെ വിളിക്കും അല്ലെ. അങ്ങനെ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ദൃഢമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ റിലേഷൻഷിപ്പിൽ ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒന്ന് ഫൊർഗീവ്നെസ് ചെയ്യുക, രണ്ടാമത്തെ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഒരു എൻറ്റയർ ഇയറിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതുപോലെ തന്നെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് അല്ലെ, നമ്മുടെ ന്യൂ ഇയറിലേക്ക് നമ്മൾ കിടക്കുക. 2026ലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുവരെ നമ്മൾ എഴുന്നേറ്റിരുന്ന ഒരു ടൈമില്ലേ, ഇതുവരെ നമ്മൾ എഴുന്നേറ്റിരുന്ന ഒരു ടൈം ഉണ്ടല്ലേ, ആ ഒരു ടൈം കറക്റ്റ് ആണ്. സാധാരണ ആളുകൾ 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേക്കുന്ന ആളുകൾ ഉണ്ടാവും. ആ ഒരു ടൈം ഇപ്പം നിങ്ങളൊരു 6 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കൊക്കെ എഴുന്നേക്കുന്ന ആളുകളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ നേരത്തെ ഒന്ന് എഴുന്നേക്കാനായിട്ട് നോക്കുക.
ഇത്തിരിയും കൂടെ. അത് സ്ലോലി മതി. ഒറ്റയടിക്ക് നിങ്ങൾ എഴുന്നേൽക്കണം എന്നില്ല. സ്ലോലി നമ്മൾ എഴുന്നേൽക്കുന്ന ആ നേരം ഒന്ന് കുറച്ചും കൂടെ ഒരു ഏർലി ആക്കുക. വേക്കപ്പ് ഏർലി. ഓക്കെ. അത് ആ ഒരു ഇപ്പൊ നമ്മളൊക്കെ എഴുന്നേൽക്കുന്നത് 4 മണിക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആ ഒരു ടൈം എഴുന്നേറ്റാൽ മതി. ഇനി പറ്റുന്ന ആളുകൾ കുറച്ചും കൂടി നേരത്തെ എഴുന്നേൽക്കുക. ഒരു 5 മണി എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കുക. നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പോലെ നിങ്ങൾക്ക് കഴിയുന്നത്ര മാക്സിമം കുറച്ചും കൂടെ ഏർലി ആയിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ ഇല്ലേ, ഇപ്പൊ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആള് സ്ലോലി 5 മണിക്ക് എഴുന്നേൽക്കുവാണെങ്കിൽ 1 അവർ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ, എക്സ്ട്രാ കിട്ടുന്നുണ്ട് അല്ലെ. അങ്ങനെ ആകുമ്പോ ഒരു വർഷത്തിൽ 365 hours നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെ രാവിലെ നമ്മള് ഒന്ന് ഉണർന്നു അല്ലെ, ഉണർന്ന് ആ ബെഡിൽ നിന്ന് സഡൻ ആയിട്ട് ചാടി എഴുന്നേറ്റ് പോവാതെ നമ്മൾ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ, ആ എഴുന്നേറ്റതിന്, ആ ഉണർന്നതിന്, കണ്ണ് തുറക്കാൻ പറ്റിയതിനൊക്കെ അവിടുന്ന് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് എന്താണോ വേണ്ടത് അത് അപ്പൊ തന്നെ നമ്മൾ കൊണ്ടുവരാം. നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരുന്നത് എന്തായിരിക്കും, അയ്യോ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ആ തോട്ട് നമ്മളിലേക്ക് വരുന്നതിന് പകരം എനിക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ, ഇന്ന് എൻ്റെ ഈ ഒരു മനോഹരമായ ദിവസം എനിക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ എളുപ്പത്തില് ചെയ്യാൻ സാധിക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹീതമായ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അല്ലെ, ഞാൻ ഇന്ന് അടിപൊളിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഹെൽത്തിയാണ്, വിന്നറാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണോ വേണ്ടത് അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുക. ഇല്ലെങ്കിൽ അയ്യോ ഇന്ന് ഇത്രയും ജോലികൾ ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒറ്റ ചാടി എഴുന്നേൽക്കുന്ന ആ ഒരു ശീലമുള്ള ആളുകളുണ്ട്. അത് മാറ്റിയിട്ട് ഇങ്ങനെ നമ്മൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടി നമ്മൾ വേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്ന സമയത്തും വളരെ സാവധാനത്തില് സന്തോഷത്തില് നമ്മൾ അവരെ എഴുന്നേൽപ്പിക്കുക. ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടോട് കൂടി, അഫർമേഷനോട് കൂടി എഴുന്നേൽക്കുക എന്നുള്ളതാണ്. പിന്നെ എഴുന്നേറ്റ് നമ്മൾ ഓടിച്ചാടി അങ്ങ് കിച്ചണിലേക്കോ മറ്റെവിടേക്കും പോകാതെ നമ്മൾ എന്ത് ചെയ്യുക, അത് ആ ഒരു ബെഡ് ഉണ്ടല്ലോ, നമ്മുടെ ബെഡ്, ആ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ നീറ്റ് ആൻഡ് ടൈഡി ആക്കിയിട്ട് അപ്പൊ തന്നെ ഒന്ന് വിരിച്ചിടുക. ഓക്കെ. പിന്നെയാണ് നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒന്ന് ആ ഒരു സെൽഫ് ലവ്, ഒരു നമ്മളോട് തന്നെ ഒന്ന് ചിരിക്കുക, നമ്മളോട് പുഞ്ചിരിക്കുക അല്ലെ. അത് തന്നെ ഒരു മിറർ പ്രാക്ടീസ് ആയി. താങ്ക് യു പറയുക, നമ്മളോട് തന്നെ താങ്ക് യു പറയുക, ഐ ലവ് യു പറയുക, ഓക്കെ, വേണ്ട കാര്യങ്ങൾ പറയുക, ഐ എം ഹാപ്പി, ഐ എം കോൺഫിഡന്റ്, ഐ എം ഗ്രേറ്റ്ഫുൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പൊ തന്നെ പറയുമ്പോൾ അതൊരു മിറർ പ്രാക്ടീസ് ആയി. ഓക്കെ. പിന്നെ നമ്മൾ പോവേണ്ടത് എങ്ങനെ, വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയി ദെൻ നമ്മൾ പോവേണ്ടത് നമ്മുടെ പ്രെയറിലേക്കാണ് അല്ലെ. നമ്മൾ പ്രെയറിലേക്ക് പോവും അല്ലെങ്കിൽ മെഡിറ്റേഷനിലേക്ക് പോവും. ഓക്കെ. അങ്ങനെ പ്രെയറും മെഡിറ്റേഷനും കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് നമ്മുടെ അല്ലെ, നമ്മുടെ എന്താ പറയാ, ഹോളി ബുക്സ് വായിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. ആ ഹോളി ബുക്സ് ഒക്കെ വായിച്ച് അല്ലെങ്കിൽ ഖുർആൻ ഓതുക അല്ലെ, മഹാഭാരതം രാമായണമൊക്കെ പാരായണം ചെയ്യുക, ബൈബിൾ വായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. ഓക്കെ. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം, അല്ലെങ്കിൽ ഈവനിങ്ങിൽ എഴുതാം. ഈവനിങ്ങിൽ എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ രാവിലെ വായിക്കുക. രാവിലെ എഴുതുന്നവരാണെങ്കിൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുതാം, അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത്, അന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എഴുതുന്ന ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇരുന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം. ഓക്കെ. ദെൻ നമുക്ക് വേണ്ടത് എക്സസൈസ് ആണ്. ഓക്കെ. നമ്മൾ എക്സസൈസ് ചെയ്യുക. നമ്മൾ ഓരോരുത്തരുടെയും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ കാർഡിയാക് എക്സസൈസസ് ഉണ്ട്. ഓക്കെ. മസിൽ ബിൽഡിംഗ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് റിഡ്യൂസ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുക. ഇതിൽ എന്താണോ വേണ്ടത് ആ എക്സസൈസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സോളം അല്ലെങ്കിൽ ഒരു ദിവസം 10 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ നമ്മുടെ ബോഡിക്ക് മൂവ്മെന്റ്സ് കൊടുക്കുക. അതില് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. ഇത് നമ്മുടെ ബ്രെയിനിനെ തന്നെ ഒന്ന് അലേർട്ട് ആക്കും. അതേപോലെ തന്നെ മൈൻഡിന് ഓരോ ദിവസം ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ടു ഡു ലിസ്റ്റ് ആണ്. ഓക്കെ, ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അന്ന് ആ ഒരു ദിവസം നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ഇന്ന സമയം ഞാൻ കിച്ചണിൽ ഇത്ര സമയം ചെലവഴിക്കും, അല്ലെ, അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ നമ്മൾ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടൈം ലാഭിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എളുപ്പമാവും കാര്യങ്ങൾ. നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗോൾ സെറ്റിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോൾ സെറ്റ് ചെയ്ത ബുക്കുകൾ ഉണ്ടാവുമല്ലോ, ആ ഗോൾ സെറ്റ് നിങ്ങൾക്ക് ഒന്നുകിൽ ഗോൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾ റിവൈസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഹെൽത്തി ഫുഡാണ്. നമ്മുടെ ബോഡി നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണം. ഓക്കെ, എക്സസൈസ് അതിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഫുഡ് നമ്മള് പലപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ഫുഡ് എന്നുള്ള ഒരു കാര്യം. നമ്മൾ നമ്മുടെ വായിന്റെ രുചിക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറുന്നു, നമ്മുടെ ആ ഒരു എനർജി ലെവല് മാറുന്നു. ഓക്കെ, ആ ഒരു ഹെൽത്തി ഫുഡ് ശീലമാക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഇല്ല, നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞു, പേഴ്സണൽ ഗോളിന്റെ സമയത്ത് പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എങ്ങനെയുള്ള ഫുഡാണ് എനിക്ക് വേണ്ടത്, അല്ലെ? ആ ഓൾ ഫുഡ്, അല്ലെ, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ധാന്യങ്ങളാണെങ്കിലും പോഷകങ്ങളാണെങ്കിലും ഫാറ്റ് ആണെങ്കിലും എല്ലാം അതിൻ്റെതായിട്ടുള്ള അളവിലേക്ക് മാറ്റി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫുഡ് കഴിക്കുക. അതേപോലെ എന്താണ് നമ്മുടെ സ്പൈസസ്, അതുപോലെ തന്നെ പ്രോസസ് ചെയ്ത ഫുഡ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങുക, പ്രകൃതിയിലേക്ക്, അല്ലെ? രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പുറത്തോട്ട് അങ്ങ് നോക്കുമ്പോൾ വല്ലാത്തൊരു എനർജിയാണ്, അല്ലെ? ആ ഒരു പ്രകൃതിയിൽ നിന്നുള്ള ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിഷമിച്ചോ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും ആ ഒരു പ്രകൃതിയിലേക്ക് പുറത്തേക്കൊക്കെ ഒന്ന്, പച്ചപ്പിലേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ ആ ഒരു മനോഹാരിത നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എനർജിയിൽ ഷിഫ്റ്റ് ഉണ്ടാവും, നമ്മുടെ മൈൻഡിൽ ആ ഒരു വേരിയേഷൻ ഉണ്ടാവും, ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. ഓക്കെ, നമ്മൾ ആ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ എസ്പെഷ്യലി വിദേശത്തൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ടൗൺ ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സൈറ്റ് നമുക്ക് കാണാൻ പറ്റൂല. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് പറയാനുള്ളത്, നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബുക്കുകൾ, നല്ല നല്ല ബുക്കുകൾ നമ്മൾ വായിക്കുക, അല്ലെ? ഇപ്പൊ ഈ കൂട്ടത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് കുറെ നല്ല നല്ല ബുക്സുകൾ വായിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമുക്ക് ബെനഫിഷ്യൽ ആകുന്ന, നമുക്ക് പ്രയോജനപ്രദമാകുന്ന നല്ല ബുക്കുകളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് അത് വായിക്കുക. ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് വായിക്കുക എന്നുള്ളതല്ല, നിശ്ചിതമായിട്ടുള്ള ഒരു പേജ്, ഞാൻ ഇന്നിപ്പോ ഒരു പേജാണ് വായിക്കുക എന്ന് നമ്മൾ മനസ്സിലുറപ്പിക്കുക. നമുക്കറിയാം, അല്ലെ, ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടല്ലോ, അല്ലെ? ജെയിംസ് ക്ലിയർ അല്ലേ എഴുതിയിരിക്കുന്നത്, അല്ലെ? അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യില്ല, 1% നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റിയാൽ, അല്ലെ, 1% കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു എൻഡിൽ, ഒരു വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യും, അത്രയും കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബുക്കിന്ന് ഒരു പേജ് ഒരു ദിവസം നമ്മൾ വായിക്കുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ്, അല്ലെ, ഒരു പേജ് അല്ല, നമ്മൾ എന്ത് ചെയ്യും, ഒരു പേജ് കൂടുതൽ വായിക്കും.
അല്ലെ? ആ ഒരു പേജാണ് നമ്മൾ വായിക്കുന്നെങ്കിൽ നമ്മൾ അത്രയും ദിവസം കൂടുമ്പോൾ അല്ലെ 30 ദിവസം കഴിയുമ്പോൾ 30 പേജ് വായിച്ച് തീർത്തു. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 10 പേജ് വായിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും പെട്ടെന്ന് വായിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയിട്ടൊക്കെ ഒരുപാട് സമയം കളയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ബുക്കുകൾ വായിക്കുക. നമുക്ക് വേണ്ട ബുക്കുകൾ, ചിലപ്പോൾ പഠിക്കാനുള്ള ബുക്കായിരിക്കാം, നിങ്ങളുടെ ഹോളി ബുക്സ് ആയിരിക്കാം അല്ലെ, സ്പിരിച്വലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുമ്പം സ്പിരിച്വൽ ബുക്ക് വായിക്കണം, ഖുർആൻ ഓതണം, അതുപോലെ ബൈബിള് വായിക്കണം, രാമായണമൊക്കെ പാരായണം ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് വേറെ അല്ലെ ഇതിനോടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു സ്പിരിച്വലി കണക്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് പല ഐഡിയാസും ഈസി വേസ് ഒക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇല്ലേ, നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയാറുണ്ട് അല്ലെ? നമ്മുടെ കുട്ടികളൊക്കെ പുതിയ പുതിയ സ്കിൽസും അറിവൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഇതിൽ മാത്രം ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ എത്താനായിട്ട് സാധിക്കൂല അല്ലെ? നമ്മുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ബുക്കുകൾ വായിക്കുക, ബുക്കുകളിലെ നോളജ് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അറിവുകൾ അല്ലെ? നിങ്ങളിപ്പോ നമ്മുടെ മുന്നിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങനെ ക്ലാസ്സുകൾ ഡെയിലി സാറിന്റെ ക്ലാസ്സുകൾ മറ്റൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലെ? അതിലൂടെ നമുക്ക് എന്താ, നമ്മൾ ഗ്രോ ചെയ്യുന്നതാണ്. ഓരോ ദിവസം ആ 1 അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങളുടെ അറിവുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നല്ല നല്ല ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു സമയം കണ്ടെത്തുക. ഓക്കെ. അതുപോലെ അതിനോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. എന്ത് ചെയ്യുക? സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പാടെ ഉപേക്ഷിക്കണം എന്നല്ല അല്ലെ? നമ്മുടെ LTC ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ എന്ന ഒരു ഇതുണ്ട് നമ്മുടെ മൈൻഡ് മാസ്റ്ററിന്റെ ഭാഗമായിട്ട്, കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട് അല്ലെ? അത് നമ്മൾ അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന എന്താണ്? രാവിലെ എഴുന്നേറ്റ് 1 അവർ നമ്മൾ മൊബൈൽ ടച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന്റെ 1 അവർ ബിഫോറും നമ്മൾ ഈ ഒരു മൊബൈൽ മാറ്റി വെക്കുക. നമ്മളെപ്പോഴും നമ്മുടെ തൊട്ടടുത്തായിരിക്കും മൊബൈൽ വെക്കുന്നത് അല്ലെ? നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മൾ അത്രയും ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും പെട്ടെന്ന് നോക്കും, ആരാണെന്ന് നോക്കും, അതിന് റിപ്ലൈ കൊടുക്കാനായി അല്ലെ? അങ്ങനെ ആരൊക്കെയോ ഇടുന്ന പല കാര്യങ്ങളും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഇപ്പൊ ശീലമായിട്ടുള്ള ആളുകൾക്ക് അത് ഇത്തിരി പ്രയാസം ഉണ്ടാവും അല്ലെ? പലപ്പോഴും നമ്മൾ ഇത് നോക്കുന്നതിന് കാരണം നമ്മുടെ മൈൻഡിൽ ചില ബോറിങ്ങോ അല്ലെങ്കിൽ വിഷമങ്ങളോ സങ്കടങ്ങളോ ഉള്ള സമയത്ത് പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് ഷിഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? അത് നോക്കുന്നത് കുറച്ചുകൊണ്ട് അതിന് പടിപടിയായിട്ട് അല്ലെ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് ഒരു നല്ല ശീലം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു മോശം ദുശീലത്തെ ഒഴിവാക്കാനും പറ്റില്ല അല്ലെ? ഇപ്പൊ ഒരു സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഒരു 10 സിഗരറ്റ് പെർ ഡേ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് അത് നിർത്തണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കഴിയൂല. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? പടിപടിയായിട്ട് അദ്ദേഹത്തിന് നിർത്താം. 10 എന്നുള്ളത് 9 ആക്കാം. 9 എന്നുള്ളത് പടിപടിയായി 8 ആക്കി അങ്ങനെ അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് അത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ മദ്യപിക്കുന്ന ആളാണെങ്കിൽ, ഇപ്പൊ എത്രയോ പെഗ് അടിക്കുന്ന ആളാണെങ്കിൽ ആ പെഗിന്റെ അളവ് കുറയ്ക്കുക. ആ എടുക്കുന്നതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ആ ഒരു ശീലത്തെ മാറ്റാം. അതുപോലെ തന്നെയാണ് മൊബൈലിന്റെ ആ ഒരു ശീലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനെ നമ്മൾ പടിപടിയായിട്ട് അതിന്റെ സമയം കുറയ്ക്കുക. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കാണാത്ത രീതിയിൽ അല്ലെ? കുറച്ചു നേരം മാറ്റി വെക്കുക. ഇത്രയും സമയം ഞാനിത് ടച്ച് ചെയ്യില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ കൺമുന്നിൽ നിന്ന് അത് മാറ്റി വെക്കുക. നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ വാണ്ടഡ്ലി നമ്മൾ അത് കുറച്ചു നേരം എവിടെയെങ്കിലും മാറ്റി വെക്കുക. ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനെ വേണമെങ്കിൽ അല്ലെ ഒരു എന്തെങ്കിലും ഇതിന്റെ ഉള്ളിലിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇത്രയും നേരം തൊടൂല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. അതുപോലെ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക. ആളുകളെ വിളിക്കാനുള്ളത് എത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇന്ന ആളെ വിളിക്കും എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് മൊബൈലിലൊക്കെ സംസാരിച്ചാല് ചില ആളുകളോട് സംസാരിച്ച് 1 അവറോ 2 അവറോ ഒക്കെ കളയുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അളവ് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് എന്ന് നോക്കിയിട്ട് അല്ലെ? ഒന്ന് നമ്മൾ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ കുറയ്ക്കുക എന്നുള്ളതാണ്.
ഓക്കെ. പിന്നെ നമ്മൾ വേണ്ടത് ഇപ്പൊ ഈ സംസാരിക്കുന്ന ആളുകളിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ആ ഒരു ആളുകളിൽ നിന്ന് കുറച്ചൊരു അകലം പാലിക്കുക അല്ലെ? ചില ആളുകളെ നമുക്ക് ഫിസിക്കലി ഡിറ്റാച്ച് ചെയ്യേണ്ടി വരും അല്ലെ? ഫിസിക്കലി ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടി വരും. അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അല്ലെ? ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഉണർത്തുകയാണ്. നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന ആളുകളാണ് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. സദാ നെഗറ്റീവ്സ് പറയുന്ന, എപ്പോഴും പരാതികൾ പറയുന്ന, ഒരു അനുഗ്രഹത്തെ എത്ര അനുഗ്രഹം ഉണ്ടെങ്കിലും, കുന്നോളം അനുഗ്രഹം ഉണ്ടെങ്കിലും കുന്നിക്കുരുവോളം പോലും നന്ദി പറയാത്ത കുറെ ആളുകളുണ്ട് അല്ലേ? ആ ഒരു ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം നമ്മൾ ഒരു ഡിസ്റ്റൻസ് പാലിക്കുക. ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറയുമ്പം ഒരു ബന്ധത്തെ കട്ട് ചെയ്ത് മാറ്റിക്കളയുക എന്നല്ല. ഓക്കെ. നമുക്ക് വേണ്ടതിനെ കൊള്ളുകയും വേണ്ടാത്തതിനെ തള്ളുകയും ചെയ്യുക. ഓക്കെ. വേണ്ടപ്പോ മാത്രം അവൈലബിൾ ആകുക. ഓക്കെ. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളെ ഒരിക്കലും വളർത്തുകയല്ല, തളർത്തുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ മെന്റൽ ആയിട്ടുള്ള ചില ആളുകൾ ചോദിക്കും, അപ്പൊ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന ആളുകളിൽ നിന്ന് എങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും? അവരിൽ നിന്ന് മെന്റലി നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നിടത്ത് ഒരു ഷീൽഡ് വെക്കുക, ഒരു മറ വെക്കുക. ഓക്കെ. അങ്ങനെ ഡിറ്റാച്ച്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് ചിലവുകൾ ഓരോ വർഷം ഞാൻ നമ്മുടെ ഒരു ടൈമും കൂടെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ അതാണ് ഒരുപാട് ഡീപ്പിലേക്ക് പോകാതെ നമുക്ക് ടൈം തികയില്ല ഓരോ പോയിന്റ്സുകളും പറയുന്ന സമയത്ത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിൽ ഒരുപാട് ഡെപ്തിലേക്ക് പോവാത്തത്. ഓക്കെ. പിന്നെ നമുക്ക് ഉണ്ടാവില്ലേ, നമ്മളുടെ ഒരു ശീലം ഉണ്ടാവും, പ്രത്യേകിച്ചും നമ്മൾ ലേഡീസിന്, ചില ജെന്റ്സിനും ഉണ്ടാകും. നമ്മള് എന്താണ്, ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടും അല്ലെ? ആ ഡ്രസ്സ് കൊള്ളാലോ, അത് വാങ്ങി, പിന്നെ ഇത് കൊള്ളാലോ, ഇതും വാങ്ങി അല്ലെ? അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ വാങ്ങി, അതേപോലെ പുറത്തു പോയിട്ടുമ്പോഴൊക്കെ ഫുഡ് കഴിച്ച് അനാവശ്യമായിട്ട് എക്സ്പെൻസ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? ഒരുപാട് ചെലവുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഡെയിലി എക്സ്പെൻസ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ. എത്രയാണ് എന്റെ വരവ് ചിലവുകൾ എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല്, നമുക്ക് ഇപ്പൊ നമുക്കൊരു 1 lakh പെർ മന്ത് കിട്ടുന്നു, അല്ലെങ്കിൽ 10,000 ആണ് കിട്ടുന്നത്, 20,000 ആണ് കിട്ടുന്നത്. അതിൽ നിന്നും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു തുക ഒരു മന്ത്ലി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമുക്കൊരു സ്ഥിര വരുമാനമായിട്ട് അതിനെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആ ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ ആവശ്യം മറ്റൊന്നിനുമല്ലാതെ ഒരു സേവിങ്സ് ആയിട്ട് നമ്മൾ എടുത്തു വെക്കണം. എല്ലാം ഈ വരുന്നതെല്ലാം ചിലവാക്കുക എന്നുള്ളതല്ല. നമ്മുടെ വരവറിഞ്ഞ് നമ്മൾ ചിലവഴിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഡെയിലി എക്സ്പെൻസസ് എത്രയാണ് എന്റെ ഏർണിങ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചിലവുകൾ നടത്തുക. നമ്മൾക്ക് ഒരു ശീലം ഉണ്ടാവില്ല, ചിലപ്പോൾ പുറത്തു പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, അത് കഴിക്കുക, ഇത് കഴിക്കുക. അത് നമ്മുടെ ക്യാഷ് പോകുന്നത് മാത്രമല്ല, നമ്മുടെ ബോഡിക്കും അത് അല്ലെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അപ്പൊ അതിനെ നമ്മളൊന്ന് കുറച്ചു കൊണ്ടുവരാം. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മൾ ഇന്ന് എൻ്റെ ഉള്ളിലേക്ക് എന്താണ് കയറിയത്, ഇന്ന് എൻ്റെ ഉള്ളിൽ എന്താണ്, ഞാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിലയിരുത്തുക. അവിടെ നമുക്ക് കുറച്ച് പെയിൻ ഉണ്ടാകും അല്ലെ? കുറച്ച് സന്തോഷം ഉണ്ടാകും. അവിടെ ആ പെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഫോർഗീവ്നെസ് ചെയ്യുക. ഓരോ ദിവസവും ഫൊർഗീവ് ചെയ്യുക. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് ഫൊർഗീവ് ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാക്കുക. ഓക്കെ. അതുപോലെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് വിഷമമുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു? ഫൊർഗീവ്നെസ് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ? നമുക്ക് അന്നന്ന് ലഭിച്ച കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും കൂടെ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡും പ്രാക്ടീസ് ചെയ്യുക.
ഓക്കെ, ഓരോ ദിവസം അല്ലെ, ഓരോ ദിവസവും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഇങ്ങനെ ഈ അനുഗ്രഹങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, അനുഗ്രഹങ്ങൾ എടുത്തു പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ആ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുന്ന സമയത്ത് നമ്മുടെ പരാതികൾ കുറയും, വിഷമതകൾ കുറയും. നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മൾ പറയുമ്പോൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. കൂടുതൽ സന്തോഷം ഉണ്ടാവും നമ്മളിലേക്ക്, കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ വന്നു ചേരും. നമുക്ക് പലപ്പോഴും നമ്മള് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്, ബന്ധങ്ങളിലേക്ക് പോകുന്നത് ഇതുപോലെ നമ്മളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, അതുപോലെ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ, നന്ദി ഇല്ലായ്മ കൊണ്ടൊക്കെയാണ് നമുക്ക് അതുപോലെയുള്ള ആളുകൾ നമ്മളിലേക്ക് വരാം. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ആളുകൾ വന്നു ചേരും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ലേണിംഗ്. നമ്മൾ ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ലേണിംഗ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ അല്ലെ, മൊബൈലിൽ യൂസ് ചെയ്യാൻ അറിയാത്ത അമ്മമാരൊക്കെ ഉണ്ടാവും. അവരെന്ത് ചെയ്യാം, ഈ മൊബൈൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിന്റെ ഇത് എന്താ, വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കാം അല്ലെ, യൂട്യൂബ് എങ്ങനെ ഉപയോഗിക്കാം. യൂട്യൂബ് നമുക്ക് പറഞ്ഞു നമ്മൾ മൊബൈലൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് ഉപകാരപ്രദമാകുന്ന അറിവുകൾ ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലുണ്ട് അല്ലെ. നമ്മുടെ വിരൽ തുമ്പത്ത് നമുക്ക് അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കുക്കിംഗ്, ഒരു കാര്യം അറിയണമെങ്കിൽ നമുക്ക് അറിയില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും അല്ലെ. അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സ്കിൽസുകൾ അല്ലെ, മറ്റുള്ള ആ ഒരു രീതിയിൽ അത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അതേപോലെ ലാംഗ്വേജസ് അല്ലെ, നമുക്ക് ലാംഗ്വേജ് പഠിക്കാം അല്ലെ. ചില ആളുകൾക്ക് എന്ത് വേണ്ടി വരും, ഇപ്പൊ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം അല്ലെ, അറബിക്ക് പഠിക്കണമെങ്കിൽ അറബിക്ക് പഠിക്കാം, സംസ്കൃത് പഠിക്കണമെങ്കിൽ അത് പഠിക്കാം അല്ലെ. ഓരോതിന്റെ മീനിങ്, ഇപ്പൊ പറയുന്ന ചില വാക്കുകളുടെ മീനിങ് നമുക്കറിയില്ല. ഇപ്പൊ ക്ലാസ് കേട്ടു, ഒരു വാക്ക് പിന്നെ പറഞ്ഞത് മനസ്സിലായില്ല, ആ വാക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതിയാൽ നോക്കിയാല്, നമ്മുടെ ഇതിൽ നോക്കിയാലേ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് അതിന്റെ മീനിങ് കിട്ടും അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പുതിയ പുതിയ കാര്യങ്ങള് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണ് അല്ലെ. അങ്ങനെ അത് റിലേറ്റഡ് നോളജ് വേണ്ടവർക്ക് അതിലൂടെ പോവാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മൾ പറഞ്ഞതുപോലെ ഒറ്റ അടിക്ക് എല്ലാം മാറും എന്ന് വിചാരിക്കരുത്. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവുക, ഇന്ന് ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഓവർവെൽംഡ് ആയി പോവുകയാണ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പടിപടിയായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് നമുക്ക് പിന്നെ കൂട്ടി കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യാം. ഇന്നിപ്പോ ഞാൻ 10 പേജ് വായിക്കുന്ന ബുക്കും കൊണ്ടിരുന്നാല് അത് നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു സ്മോക്കിംഗ് നിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കഴിഞ്ഞോളണമെന്നില്ല. അതാണ് നമ്മൾ ആറ്റമിക് ഹാബിറ്റ്സിൽ നമ്മൾ പറഞ്ഞത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, പടിപടിയായിട്ട് നല്ല ശീലങ്ങളെ പടിപടിയായി ഉയർത്തുകയും മോശം ശീലങ്ങളെ പടിപടിയായിട്ട് ക്രമേണ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നതും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഇന്നിപ്പോ മിസ്സായി പോയാൽ നാളെയും അത് മിസ്സാവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവരുത്. ഇന്ന് മിസ്സായി, ഓക്കെ, ഞാൻ നാളെ അതിനെ ഓവർകം ചെയ്യും. നാളെ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഒരു പേജ് വായിക്കുന്നത് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ 2 പേജ് വായിക്കാൻ പറ്റിയിട്ടില്ല, ഒരു പേജെങ്കിലും വായിക്കുക, അല്ലെങ്കിൽ 4-5 ലൈനെങ്കിലും അറ്റ്ലീസ്റ്റ് വായിക്കണം. വർക്കൗട്ട് ചെയ്യുന്നത് അരമണിക്കൂറാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ 5 മിനിറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ എന്താണ്, വി ഓൾ ഗെറ്റ് എക്സാക്ട് സെയിം 365 days. The only difference is that what we do with them. അതായത് ഇത് പറഞ്ഞത് ഹിലാരി ഡെപ്പിയാനോ ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് 365 ദിവസങ്ങളാണ് അല്ലെ. ഈ ഒരു ഡിസംബർ 31നും നമ്മൾ പറഞ്ഞതുപോലെ ഡിസംബർ 31നും 365 days ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ദിവസം ജാനുവരി 1നും 365 days ആണ് കിട്ടുന്നത്. The only difference is that what we do with them.
നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മാറ്റർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ന്യൂ ഇയറിനെ വളരെയധികം സുന്ദരമായിട്ട് ഉപയോഗിക്കാനും സുന്ദരമായിട്ട് വരവേൽക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷ് യു എ ഹാപ്പി ആൻഡ് വണ്ടർഫുൾ ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങള്, നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കാം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ന്യൂ ഇയറിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാട്ടോ. അപ്പൊ അതുപോലെ പറയാനുള്ളത്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ, നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും, പുതിയ പുതിയ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ലൈഫിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിമറിക്കുന്ന, നമ്മുടെ ഹെൽത്തിലാണെങ്കിൽ, വെൽത്തിലാണെങ്കിൽ, മറ്റുള്ള പേഴ്സണൽ ഗ്രോത്തിലാണെങ്കിൽ, കരിയറിലൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഈ ഒരു EFT ഗുരു LLPയുടെ കീഴിലുള്ള മൈൻഡ് മാസ്റ്റർ കോഴ്സ് എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുക്കുക. അതേപോലെ ഈ ക്ലാസ്സിനെ കുറിച്ചോ മറ്റോ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ഫാത്തിമ മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് വന്നിട്ട് മറ്റേ തടിയെല്ലാം കുറക്കണോന്നില്ല ചിന്തയാണ്. അപ്പൊ ഞാന് എന്താ ചെയ്യേണ്ടത് തടി ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിട്ട്? ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ബോഡിയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ ബോഡി നമുക്ക് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാം. നിങ്ങൾ കോഴ്സ് ചെയ്ത ആളാണ്, കോഴ്സ് ചെയ്ത ആളാണ്. അപ്പൊ നമ്മൾ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ അഫർമേഷൻസ് പറയാം. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയ സമയത്തുള്ള ഫുഡ് കഴിക്കുക, കറക്റ്റ് ആയ സമയത്ത് എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഉറങ്ങുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഇന്നലെ വന്നിട്ടൊരു വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവൾ പറഞ്ഞ പെട്ടെന്ന് വീട്ടിലേക്ക്. അത് നമ്മുടെ ഇത് നിങ്ങളുടെ PC കണക്ട് ചെയ്യൂ കേട്ടോ. ഏത് ബാച്ച് ആയിരുന്നു ഫാത്തിമ മാം? ഞാന് 30ാം ബാച്ചാണ്. നിങ്ങളുടെ PC ആരായിരുന്നു? ഷാക്കിറ ആരാന്ന് ഓർമ്മയില്ല. എന്റെ ഫോൺ ഏത് ഷാക്കിറ? 2 ഷാക്കിറമാരുണ്ടായിരുന്നു 30യില്. ഷാക്കിറ ഒരു പുളിക്കല്. നീളം വെച്ചിട്ട് ഏതാ? ഒരു നീളം വെച്ചിട്ട്. നീളമുള്ള ഷാക്കിറയാണ് അല്ലേ? ഷാക്കിറ ഹൈർ ആയിരുന്നോ അത് പുളിക്കലായിരുന്നോ? അതറിയില്ല. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, എന്നെ കണക്ട് ചെയ്തോളൂ കേട്ടോ. എന്നെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, മിസ്സിന്റെ പേരെന്താ പറഞ്ഞ? എന്റെ പേര് തസ്ലീന. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫാത്തിമ മാം. ആമിന മാം. താങ്ക് യു സോ മച്ച് മാം, നല്ലൊരു ക്ലാസ് തന്നതിന്. ഇതിന്റെ റെക്കോർഡ് കിട്ടിയിട്ട് വേണം രണ്ടാമത് ഒന്നുകൂടി കേൾക്കാനായിട്ട്. അപ്പോ നല്ല ഒരുപാട് അറിവുകൾ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടി. നല്ല മാമിന്റെ നല്ല സ്വച്ഛമായി ഒഴുകുന്ന ആ ക്ലാസ്സിനും വളരെയധികം നന്ദി. ഇപ്പൊ ഞാൻ ഓർത്ത് വെച്ചത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ, നവംബർ 9ാം തീയതിയിലത്തെ ഞായറാഴ്ച പേപ്പർ ഞാൻ എടുത്തു വെച്ചിട്ട് കാണുന്നവിടെ തന്നെ വെച്ചിട്ട് ഇതുവരെ എനിക്കൊന്ന് വായിക്കാൻ പറ്റിയിട്ടില്ല. അതായത് മറ്റേ DNA ഘടനയുടെ ജെയിംസ് വാട്സൺ അന്തരിച്ച അന്നത്തെ ആ പേപ്പറായിരുന്നു അത്. അപ്പൊ ഞാൻ ഇന്ന് ഡിസംബർ 31 അത് എന്തായാലും ഈ കൊല്ലത്തിൽ തന്നെ വായിച്ചു തീർക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി. താങ്ക് യു സോ മച്ച്. അത് ഫുള്ള് വായിക്കാൻ നോക്കണ്ട, ഒരു പേജെങ്കിലും ഇന്ന് വായിക്കാൻ നോക്കാം. ഇന്നെന്തായാലും ഞാനത് വായിക്കും. ഇന്ന് കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ച ദിവസമാണ്. ഓക്കെ, നല്ലൊരു ക്ലാസ് തന്നതിന്, വളരെ സ്വച്ഛമായ രീതിയിലുള്ള ഈ ക്ലാസ്സിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നന്ദികൾ ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരും പറയട്ടെ. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോ നമ്മുടെ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാക്ടീസുകൾ
ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒന്നും കൂടെ നമ്മളൊന്ന് ആ ഒരു ചിട്ടയിൽ ഒന്ന് കൊണ്ടുവന്നാൽ മതി. ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ പ്രാക്ടീസ് അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, മാം പറഞ്ഞു ഹെൽത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാന് നമ്മുടെ കണക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ആ നമ്പറിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ആമിന മാം ആണ് സംസാരിച്ചല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ആമിന മാം. ഓക്കെ, ഫാത്തിമ മാം സംസാരിച്ചോളൂ. ഫാത്തിമ മാം പോയോ? ഫാത്തിമ മാം ഒന്നുകൂടെ ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഓക്കെ, ഖദീജ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. Happy morning, ma'am. Happy morning to all. ഹാപ്പി മോർണിംഗ്. Sisters and brothers, ഈ വർഷത്തെ ലാസ്റ്റിലെ ആറ്റിറ്റ്യൂഡ് ഡേ ഞാനത് ഉപയോഗിക്കാണ്. ഇന്നത്തെ ടോപ്പിക്കിന് ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട മാമിന് നന്ദി പറയണം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ വർഷം നല്ല ഒരു സുഖസുന്ദരമായ ആരോഗ്യമുള്ള സമാധാനവും സന്തോഷവും നിറവും അനുഗ്രഹമുള്ള നല്ലൊരു ആയിരുന്നു. അൽഹംദുലില്ലാ. ഇനി അടുത്ത വർഷം തന്നെ ആവും എന്ന് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ഞാൻ ദൃഢനിശ്ചയം എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. അതിന് പ്രപഞ്ച സൃഷ്ടാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ടോപ്പിക്കായിരുന്നു ഇന്ന്. എല്ലാവർക്കും അത് ഉപകരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും മാം പറഞ്ഞ അതേ പോണം തന്നെ നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തി നമ്മൾക്ക് വിജയം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ട EFT ഫാമിലിക്ക്, എൻ്റെ സാറിന്, എൻ്റെ എല്ലാ PCMമാർക്കും, EFT ഫാമിലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെയും എല്ലാവർക്കും ഞാൻ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. വരാത്തവരൊക്കെ വരിക. അടുത്ത വർഷം നമുക്ക് നല്ലൊരു ജീവിതം പടുത്തുയർത്താമെന്ന ഉപദേശവും എല്ലാം ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അൽഹംദുലില്ലാ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഖദീജ മാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കോഴ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ താല്പര്യമുള്ള ആളുകൾ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പർ നഫ്രീന മാമിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ ഇതിലേക്ക് കൊണ്ടുവന്നത്, ഓക്കെ, അതുപോലെ ആരാണോ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നത് ആരാണ്, ഇല്ലെങ്കിൽ EFT യെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഫാത്തിമ മാം ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ. ഓക്കെ, ഉമ്മു കുൽസു മാം പറയൂ. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പുതിയ താങ്ക് പുതിയ യു. തീരുമാനങ്ങളൊക്കെ എടുക്കും, പക്ഷെ മടിയാണ് പ്രശ്നം. ഒന്നും ഒരു വൃത്തിയായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റൂല. നല്ല ക്ലാസ് ആണ്. ഇനി മുതൽ ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്ന് തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കൂട്ടോ. എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്താണോ ചെയ്യാൻ പറ്റിയത് അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതിന് നമ്മൾ സെൽഫ് പ്രൗഡ് ഫീൽ ചെയ്യുക. നമ്മൾ സെൽഫ് ലവിന്റെ കാര്യം പറഞ്ഞോ, നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റിയത് അതിന് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത്രയും ചെയ്തല്ലോ, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. പോയിട്ട് ഒരു നല്ലൊരു കോഫി കുടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക, അല്ലെ, നല്ലൊരു കാര്യം നമുക്ക് തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. ഞാൻ ഇന്ന് ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ഒരു ബ്രേക്ക് എടുക്കും, അല്ലെങ്കിൽ നല്ല കോഫി കുടിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യും, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കും. എന്താണോ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് ആ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, സൂറ മാം. ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് മോളെ. ഹാപ്പി മോർണിംഗ്. മാമിനെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ ഒന്ന് ഇന്നത്തെ ക്ലാസ് ഞാൻ ചെയ്യുന്നതാവാം. ഇത് ടു ഡു ലിസ്റ്റ് എഴുതുന്നില്ലെങ്കിലും അൽഹംദുലില്ലാ അതൊന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റി.
നല്ല അടിപൊളി ക്ലാസ്. ഇന്നത്തെ മെഡിറ്റേഷന് തന്നെ നമ്മളെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു മെഡിറ്റേഷനും ആയിരുന്നു. അൽഹംദുലില്ലാ. ഇതില് മോള് പറഞ്ഞതിൽ ഇന്ന് ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് വായിക്കാറില്ല. ബാക്കിയുള്ള എല്ലാ പരിപാടിയും ഞാൻ നടത്തുന്നതാണ്. അൽഹംദുലില്ലാ. ഇന്ന് മുതൽ വായിക്കുകയും ചെയ്യും. പിന്നെ ഒരു പുതിയ സംരംഭം തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ഈ വർഷത്തിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാ അത് ചെയ്യും. ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ഓക്കെ, EFT കുടുംബത്തിന് കൺഗ്രാറ്റുലേഷൻസ് സോറ മാം. ഒരുപാട് സന്തോഷം. ഓക്കെ, നിങ്ങളുടെ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ഓക്കെ, പുഷ്പ മാം, പുഷ്പലത ടീച്ചർ. ഹായ്, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സൂപ്പർ വണ്ടർഫുൾ ക്ലാസ്, അടിപൊളി. മാം പറഞ്ഞ ഓരോ പോയിന്റ്സ് എനിക്ക് നോട്ട് ചെയ്യാൻ സാധിച്ചു. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു നാളായിരുന്നു ഇന്ന് വരെ. ഈ 2025 അവസാനിക്കുന്ന ഈ വേളയില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഞാൻ EFT ഫാമിലിയിൽ എത്തിപ്പെട്ടതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് അതിന് ഞാൻ സർവശക്തനോട് ഹൃദയത്തിന്റെ അടുത്തേക്ക് നന്ദി പറയാണ്. ഈ EFT ഫാമിലിയിൽ എത്തിപ്പെട്ടതിന് ശേഷം എനിക്ക് എന്തോരം സഹോദരന്മാരെ കിട്ടി. കൂടപ്പറപ്പുകളുടെ നിന്നും കിട്ടുന്നതിനേക്കാൾ ഉപരി ആ സ്നേഹം എന്തെന്ന് ആസ്വദിച്ചറിയാൻ സാധിച്ചത് ഈ EFT ഫാമിലിയിൽ എത്തിപ്പെട്ടതിനാണ്. സർവശക്തനോട് നന്ദി പറയുന്നു. മാം പറഞ്ഞ പോയിന്റ്സുകളിൽ 10-25ഓളം പോയിന്റ്സ് പറഞ്ഞു. അതൊക്കെ നോട്ട് ചെയ്യാൻ സാധിച്ചു. അത് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ചെയ്യാത്ത കാര്യങ്ങള് ഞാൻ വായിച്ചിരുന്ന ആളാണ്. ഇപ്പൊ കുറച്ചായിട്ട് വായനയിൽ നിന്നും പിന്നോക്കാണ്. അത് മാത്രമാണ്. ബാക്കിയെല്ലാം ഈ EFT ഫാമിലിയിൽ എത്തിപ്പെട്ട ശേഷം നന്നായി പോകുന്നു. പുതുവർഷം എല്ലാവർക്കും മനോഹരമായിരിക്കട്ടെ, സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ, സമാധാനം നിറഞ്ഞതായിരിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് പുഷ്പ മാം. സുമയ്യ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പിന്നെ മാമിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു. ലാസ്റ്റ് കഴിഞ്ഞ 2024 സാറിന്റെ ഒരു വെബിനാറില് ഗോള് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു EFTയിൽ വരണം എന്നുള്ളത്. അൽഹംദുലില്ലാ ഇന്ന് അതിന് സാധിച്ച്. 6 മാസമായി. 15th ബാച്ചിലാണ് ഞാൻ വന്നത്. എന്റെ PCA ഫസില മാം ആയിരുന്നു. അൽഹംദുലില്ലാ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ സാധിച്ചതിലും റഫീഖ് സാറിനും അതുപോലെ എല്ലാ PCMമാർക്കും എന്നും പുതിയ അറിവുകളുമായി വരുന്ന തസ്ലീന മാമിനും ഫിദ മാമിനും ഒക്കെ ഒത്തിരി താങ്ക്സ്. അതുപോലെ തന്നെ രാത്രിയില് ടാപ്പിംഗ് സെഷനില് ഉള്ള കുഞ്ഞലിമ മാമിനും അതുപോലെ പുതിയ രീതി ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ടാപ്പിംഗ് ചെയ്യുന്ന റഷീദ മാമിനും ഒത്തിരി താങ്ക്സ്. എല്ലാ കാര്യത്തിലും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന, ആരോഗ്യമായാലും എല്ലാ കാര്യത്തിലും, സാമ്പത്തികമായാലും റിലേഷൻഷിപ്പിലായാലും എല്ലാത്തിലും അഭിവൃദ്ധി മാത്രം. എന്നും ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ചുരുക്കി പറയാട്ടോ, നമുക്ക് ടൈം അല്ലെ, ഒന്ന് ചുരുക്കി പറയാട്ടോ എല്ലാരും. ഓക്കെ, നഫീസ മാം. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പിന്നെ ഇതില് ഫാബ്ടോമില് വന്നതില് വളരെ സന്തോഷം. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഈ ഇന്നലെ ഉണ്ടായിരുന്ന വിഷ്വലേഷന്റെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ലിങ്ക് ഉണ്ടോ മാം? ഞാൻ നഫീസ മാം ഓക്കെ. വിഷ്വലൈസേഷന്റെ ലിങ്കോ? അതിന്റെ അത് ഞാൻ ഇന്നലെ നമുക്ക് കേൾക്കാൻ പറ്റി. ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ, സാരില്ല. ഓക്കെ, അടുത്ത ആഴ്ച ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ വരും. ഓക്കെ, വളരെ ഓക്കെ. സന്തോഷാണ്, സമാധാനാണ്, ഹാപ്പിയാണ്. ഓക്കെ മാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഇനിയും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. ഈ വർഷത്തിലേക്ക് മനോഹരമായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇല്ലെ, നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഫൊർഗിവ്നെസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും കുഞ്ഞിതാണെങ്കിലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ, അപ്പൊ നല്ലൊരു വർഷമാവട്ടെ ഈ വർഷം. ഓക്കെ, നഫീസ മാം. ആൻസി മാം സംസാരിച്ചാണോ? സംസാരിച്ചവരൊന്ന്
ലോവർ ഹാൻഡോട് ചെയ്യണേ. അൻസി മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം, ഹാപ്പി മോർണിംഗ്. ചുരുക്കി പറയണേ. വണ്ടർഫുൾ ഹാപ്പി വണ്ടർഫുൾ മോർണിംഗ്. ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഞാൻ EFT വന്നതിന് ശേഷം ഒരുപാട് അറിവുകൾ എനിക്ക് കിട്ടി. അതിലൊക്കെ പിന്നെ എന്നെ സഹായിച്ച EFT ഫാമിലിക്ക് ഞാൻ എൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുകയാണ്. ജസാക്കല്ലാഹ് ഖൈർ. എല്ലാവർക്കും നല്ലൊരു പുതുവർഷ പുലരി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. താങ്ക് യു സോ മച്ച് ആൻസി മാം. നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്ന ആളുകളാണ് അല്ലെ. നമുക്ക് ആ ഒരു സംസാരിക്കുമ്പോ അങ്ങനെ നീണ്ടുപോകും. ഓക്കെ, അപ്പൊ ആൻസി മാം വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ചുരുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആ ഒരു ആത്മാർത്ഥത കൊണ്ടാണ്, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബിജു സാർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണേലും 2025 വിട പറയാൻ പോകുന്ന സമയത്ത് കുറെ അറിവും തിരിച്ചറിവും കുറെ കൊട്ടും എല്ലാം കിട്ടി. നല്ലൊരു അടിയെല്ലാം കിട്ടി. നല്ലൊരു രീതി ജീവിതം മുമ്പോട്ട് പോകാൻ ഇനി 2026 സൂപ്പറാകാന്ന് വെച്ചാൽ മുമ്പോട്ട് പോകുമ്പോഴും എനിക്ക് നമ്മുടെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യാൻ എടുക്കണമെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന ഓരോ വേണ്ടാത്ത വിഷങ്ങളെല്ലാം പുറത്തു പോയാൽ മാത്രമേ മാം നമുക്ക് ജീവിതം മുമ്പോട്ട് പോകാനുള്ള പാഠം ഞാൻ ശരിക്കും പഠിച്ചു മാം. അത് ആ പഠിച്ചത് ശരിക്കും തിരിച്ചറിവ് കിട്ടിയത് EFT കൂടെയാണ്. നമ്മുടെ പ്രിയ ഗുരു റഫീഖ് സാറിനോടും എല്ലാവരോടും നന്ദി. അതുപോലെ എന്റെ മാമനും സുബീന മാമനും ഷാറഖേറിനോടും നന്ദി പറയുന്നു. വേറൊന്നും എനിക്ക് പറയാനില്ല. കാരണം പ്രത്യേകിച്ച് വേറൊന്നും പറയാം. കാരണം ഉള്ളിൽ കിടക്കുന്ന എല്ലാം പുറത്തോട്ട് പോയപ്പം എനിക്ക് അവരാണ് ഇവരാണ് മറ്റവരാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്റെ ഉള്ളിൽ തന്നെയായിരുന്നു എന്റെ എല്ലാം വിഷങ്ങളെല്ലാം എന്റെ ഉള്ളിൽ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഒന്നും എല്ലാത്തിനും നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു. 1000 നന്ദി തസ്ലീന മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ബിജു സാർ. രാജലക്ഷ്മി മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആൾ. താങ്ക് ഗോഡ്, താങ്ക് യൂണിവേഴ്സ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പനി ഉണ്ട്. സാറേ ഇറ്റ്സ് ഓക്കെ. പിന്നെ ഞാൻ വെളിച്ചപ്പാടായിരുന്നു. എല്ലാവരും വന്ന് എന്നെ തിരക്കിയപ്പോൾ എനിക്ക് കുറെ പേര് കെട്ടിപ്പിടിക്കുക ഉമ്മൊക്കെ ചെയ്ത് ഒരുപാട് പേര് എൻ്റെ ക്ലാസ്സിലുള്ളവരെ പോലും എനിക്ക് കാണാൻ പറ്റാതെയും പോയിട്ടുണ്ട്. എല്ലാവർക്കും ഇത്രയും സ്നേഹമുള്ളതിന് എല്ലാവരോടും ഞാൻ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. സൂപ്പർ മെഡിറ്റേഷൻ, സൂപ്പർ ക്ലാസ്സുകൾ, ഓരോ ദിവസവും പോസിറ്റീവ് വൈബോടുകൂടി ഇപ്പോഴും ആ ഒരു ഓഡിറ്റോറിയത്തിലാണ് ഞാൻ. അത്രയ്ക്ക് പോസിറ്റീവായ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ 4 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ 3:30, 3:45, 4 മുമ്പ് ഞാൻ ഉണരും. അതെൻ്റെ ഒരു ശീലം, പണ്ടേയുള്ള ശീലമാണ് അത്. പിന്നെ മടിയില്ല, അതും ഒരു ശീലം, നല്ല ശീലമാണ്. പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് എനിക്ക് അത് അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മടി പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തന്നെ നമുക്ക് വിജയിക്കാൻ ഒരു പരിധി വരെ പറ്റും. നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. അതാണ് എൻ്റെ വിജയരഹസ്യം. എനിക്ക് 61 വയസ്സുണ്ടെങ്കിൽ ഞാനിപ്പോൾ 36 വയസ്സിൻ്റെ ചുറുചുറുക്കാണല്ലോ ജോലി ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം ഇതിൽ എത്തിപ്പെട്ടത്. പിന്നെ ഇപ്പം ഞാൻ വായനയുടെ അനുഭവം, ഞാൻ സാറിൻ്റെ പുസ്തകം 2ാമത് വായിച്ചിട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു. അത് വാങ്ങിച്ചപ്പോഴേ എൻ്റെ കൈപ്പടയിൽ അതൊന്ന് പകർത്തണം. ഞാനത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ബുക്ക് വാങ്ങിച്ചു. മെനങ്ങാൻ ഇങ്ങോട്ട് വന്നപ്പം അവിടുന്ന് വന്നപ്പം വലിയൊരു ബുക്ക് വാങ്ങിച്ചു. അതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ ഇങ്ങനെ പകർത്തി തുടങ്ങി. നാളെ അത് തുടങ്ങണം. അടുത്ത വർഷം ഞാൻ കൊടുക്കുന്നത് സാറിന്, ഞാൻ എഴുതിയ സാറിന്റെ പുസ്തകമായിരിക്കും എൻ്റെ കൈപ്പടയിൽ. അതൊരാഗ്രഹമായിട്ട് അന്നേ തോന്നിയതാണ്. അതിന് ഞാൻ ചെയ്യും കുറേശ്ശെ. പിന്നെ ദിവസം കുറച്ചെങ്കിലും 1 പേജെങ്കിലും വായിക്കാറുണ്ട്. കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. എല്ലാ കാര്യവും ചെയ്യാറുണ്ട്. വളരെ സന്തോഷത്തോടെ എനിക്ക് ഇടയ്ക്കൊരു പണി കിട്ടിയപ്പോൾ ഞാൻ ഒന്നുകൂടെ എന്നെ സ്നേഹിക്കാൻ പഠിച്ചു. അതോടുകൂടി ഞാൻ ഓക്കെ, ഫുൾ ഓക്കെ. ഓക്കെ, താങ്ക് യു രാജലക്ഷ്മി മാം. ഒരുപാട് സന്തോഷം ഓക്കെ, എല്ലാവർക്കും. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഞാൻ ഒരുപാട് നന്ദി സന്തോഷം പറയുന്നു. കാണാൻ പറ്റിയതിലും. ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു ചുറുചുറുക്കും ഒരു കാണാനും അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സാറിന്റെ ബുക്ക് പറഞ്ഞല്ലോ, കൈപ്പടയിൽ എഴുതുന്നുണ്ട്. സാറിന്റെ പുതിയ ബുക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ EFT അവയർനെസ് ആണല്ലോ, AEFT ആണ് അല്ലെ, അവയർനെസ് EFT എന്നുള്ളതാണ്. അതിൽ ആ പുതിയ ബുക്കുകൾ വരുന്നുണ്ട്. ഓക്കെ, ജയശ്രീ മാം അൺമ്യൂട്ട് ചെയ്യൂ. Hello, good morning, ma'am. ഗുഡ് മോർണിംഗ് ജയശ്രീ മാം.
Nice to see you, ma'am. Today's class was very superb. Nalla class ആയിരുന്നു. അതിലെ almost everything I am doing nowadays. So I think I am growing day by day. അതാണ് എനിക്ക് പറയാനുള്ളത്. 2025 was a good year for me because ഞാൻ 2025 ഞാൻ EFT ഫാമിലിയിലെ വന്ന് ജോയിൻ ചെയ്തു. അത് ഒരു കൊല്ലം ആയി. So 1 year I was like stable in this in this family. So അതോടെ 25 was good. Now 26 will be more and more better. I feel so. So thank you so much for everything. Having gratitude towards you and all towards the EFT family. Sirkum Valara thank you for making us understand what life is and how to deal with yourself and how to make the life more beautiful. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലൈഫ് ഷുഡ് ബി എ ബ്യൂട്ടിഫുൾ ജേർണി. അപ്പോ ഈ ജേർണിയിലെ എല്ലാവരുടെ കൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു വിചാരമുണ്ട്. സോ ലെറ്റ് സി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് വെൽക്കം 2026. I wish that each and every person has a wonderful next year to see and grow also. Thank you so much from the bottom of my heart. Thank you so Gratitude, much, ma'am. Jyoti ma'am, and same to you, and love you too. Okay, Zora ma'am. Good morning, ma'am. Good morning. Happy morning. നല്ലൊരു ക്ലാസ് കിട്ടി. അതിൽ നിന്ന് എല്ലാ അറിവുകളും പഠിക്കാൻ കഴിയുന്നു. ഞാൻ കുറെ കാര്യം മാം പറഞ്ഞ പോലെ തന്നെ ചെയ്യാറുണ്ട്. കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അതും കൂടി ഇനി ഉൾപ്പെടുത്തി ചെയ്യണം. 2026 എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Thank you so much. Zora ma'am. Zeenat ma'am, unmute ചെയ്തോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാം പറഞ്ഞതൊക്കെ സെറ്റ് ചെയ്തു. ഇത്രയും വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടും സഹിച്ചു കൊണ്ട് നടക്കായിരുന്നു. ഈ വർഷം ലാസ്റ്റില് അഡ്വാൻസ് കഴിഞ്ഞോടുകൂടി ഞാൻ ഹാപ്പിയായി. എല്ലാ രോഗങ്ങൾക്കും മാറ്റങ്ങൾ. ഇനിയും ഞാൻ അഡ്വാൻസിന് വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും. കൺഗ്രാറ്റുലേഷൻസ്. അൽഹംദുലില്ലാ. സീനത്ത് ഇക്ബാൽ അല്ലേ? എന്ത് അതെ, ഇക്ബാൽ സാർ എന്ത് ഇക്ബാൽ അവിടെ സാർ ഉണ്ട്, കേൾക്കുന്നുണ്ട് ക്ലാസ്? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്ബാൽ സാർ എന്നെ പറഞ്ഞത് നമുക്ക് അഡ്വാൻസിന് ഇനിയും പോവണം. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നമുക്ക് കാണാം. കാണാം ഇൻഷാ അല്ലാ. അപ്പൊ ഗോളൊക്കെ സെറ്റ് ചെയ്യൂ. ഹെൽത്ത് ഒക്കെ വളരെ ഇമ്പ്രൂവ് ആയി. അടുത്ത പ്രാവശ്യം വളരെ വളരെ മാറ്റം വന്നു. ഇത്രയും വർഷങ്ങൾ ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു. ഈ ഒരു EFT വന്നത് കൊണ്ട് എന്റെ പെയിൻ എല്ലാം മാറി. സന്തോഷം. അൽഹംദുലില്ലാ. അതാണ് കേൾക്കേണ്ടത്. നിങ്ങളുടെ ആ ഒരു അഡ്വാൻസിൽ അവിടെ നിന്ന് കണ്ട അവസ്ഥയിൽ നിന്നും മീറ്റപ്പിന് കണ്ടപ്പോ ഒരുപാട് നല്ല സന്തോഷം തോന്നി. ആ ആളിൽ നിന്ന് ഒരുപാട് മാറ്റം. മാമന്മാരൊക്കെ ഒരു സപ്പോർട്ട്, ഇതെല്ലാം കൂടി ആയിട്ട് ഏതായാലും എനിക്ക് സമാധാനം. അൽഹംദുലില്ലാ. മീറ്റപ്പിന്നും അഡ്വാൻസിനും ഒക്കെ നിങ്ങളെല്ലാരും സമാധാനം തന്നത് നല്ലൊരു എനർജി ആയിരിക്കുന്നു എനിക്ക്. ഓക്കെ, അപ്പൊ ഇനിയും നല്ല ചുറുചുറുക്കോട് കൂടിയിട്ട് വരണം. അടുത്ത അഡ്വാൻസിനും അതുപോലെ നമ്മുടെ അഡ്വാൻസ് മീറ്റപ്പ് ഒക്കെ ഉണ്ട് അല്ലെ? അതിലൊക്കെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അതേപോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഓക്കെ, ചെയ്യട്ടെ. ആമീൻ. തീർച്ചയായിട്ടും. സജിത മാം, സജിത ഇക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ്സുകൾ തന്ന ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് നല്ല ക്ലാസ്സുകൾ തന്ന മാമിന് ഒരുപാട് നന്ദി. ഈ വർഷം നല്ലൊരു വർഷമായിരുന്നു. ഞാൻ EFTയിൽ ചേർന്ന ഒരു വർഷം കഴിഞ്ഞു. നല്ല വർഷമായിരുന്നു. നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ സാധിച്ചു. അഡ്വാൻസ് ചെയ്യാൻ സാധിച്ചു. എത്ര നന്ദി പറഞ്ഞാലും
മതിയാവില്ല. കാരണം മീറ്റപ്പിന് കണ്ടു, മാമിനെ കണ്ടു, അഡ്വാൻസിന് കണ്ടു, അടുത്തടുത്ത് മാമിനെ കണ്ടു. ഏതെല്ലാ മാമമാരും വല്ലാത്തൊരു ഇതാണ് കേട്ടോ EFT എന്ന് പറഞ്ഞാല്. നമ്മളെ സ്നേഹിക്കാനും ഈ മേന്മാര് എന്നൊക്കെ പറഞ്ഞാല് ഈ BCAമാരെല്ലാരും ഒരേപോലെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എന്തായാലും രാവിലത്തെ മെഡിറ്റേഷൻ സൂപ്പർ മെഡിറ്റേഷൻ ആയിരുന്നു. ഈ വർഷം കഴിയാണല്ലോ, നല്ലൊരു വർഷം, അടുത്ത വർഷം നല്ലൊരു വർഷമാവാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം. അതിന് മേമും വിഷയം ചെയ്യണം, അതേപോലെ എല്ലാവർക്കും എത്താനും സാധിക്കട്ടെ. ഇതിൽ ചേരാൻ പിന്നെ മടിച്ചു നിൽക്കുന്നവർ ചേർന്നോളി. നല്ല ഞങ്ങളെ പോലെ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാല് നമ്മള് അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതിലേറെ നല്ലത് നല്ലൊരു ജീവിതം. നമ്മൾ ആരെന്ത് വിഷമിപ്പിച്ചാലും ഞമ്മക്കതാണ് വിഷമം വരുന്നത്. അവര് നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അവർക്ക് പിന്നെ നമ്മളെ കുറിച്ച് ചിന്തിക്കാനേ ടൈം ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഉഷാറായിട്ട് എങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് അതാണ് EFTയിലൂടെ പഠിപ്പിക്കുന്നത്. ഏതായാലും സാറിനും എല്ലാവർക്കും താങ്ക് യു. ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് സൈദിത മാം. നമുക്ക് ചുരുക്കല്ലേ, അങ്ങനെ നിങ്ങളെ കണ്ടാൽ എനിക്ക് ഇട്ടിട്ട് പോവാനും തോന്നില്ല. ഓക്കെ, സമയം കുറേ ആവും. ഓക്കെ, പറയൂ സലീല ടീച്ചറെ, പറയൂ. ആ ഞാന് വരണ്ടാന്നൊക്കെ കരുതി, പിന്നെ ഇത് കേൾക്കുമ്പോ പറഞ്ഞു പോവും, അതുകൊണ്ട് വന്നതാണ് കേട്ടോ മാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി നിങ്ങൾ ഗുഡ് മോർണിംഗ്. കേൾക്കാൻ ഇഷ്ടമാണ്, നമുക്ക് ആ സമയത്തിന്റെ ആ ഒരു ഇതാണ്. ഞാന് ആ സൈഡിൽ മോള് നിൽക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത്ര സൈലന്റ് ആയിട്ട് ആ മോള് ഞാൻ കണ്ട പോലെ അങ്ങനെ നിൽക്കണുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. മോളോട് പറഞ്ഞേക്കണം കേട്ടോ എന്റെ ഒരു സന്തോഷം. താങ്ക് യു. ഓ, അവൾക്ക് ഓർമ്മ വരും ഇപ്പൊ വന്ന ആളെന്ന് പറയുമ്പോ നമുക്ക് അറിയുമല്ലോ. അതെ അതെ. പിന്നെ മാമ്, പിന്നെ ചെറിയ കുട്ടികളോട് ഞാൻ വിചാരിക്കുന്ന, ചെറിയ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ, ഇപ്പൊ രാവിലെ എണീക്ക്, പല്ല് തേക്ക്, കുളിക്ക്, അങ്ങനെ നിങ്ങൾ ഇത്ര നന്നായിട്ട് പറഞ്ഞു തരുന്ന നിങ്ങളോട് എന്താ പറയേണ്ടത്. ഇത്ര നന്നായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതിന് നിങ്ങളോട് അങ്ങേറ്റം താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹൃദയത്തിൽ തറപ്പിക്കുകയാണ് നിങ്ങൾ ഓരോന്നും. എത്ര ചെവി കേൾക്കാത്തവരോടും കണ്ണ് കാണാത്തവരും ഒക്കെ നിങ്ങളെ വാക്കുകൾ കയറും കേട്ടോ. അത്ര നന്നായിട്ട് നിങ്ങൾ ഓരോ പോയിന്റ്സും അവതരിപ്പിക്കുന്നുണ്ട്. അതിന് ഭയങ്കര നന്ദി പറഞ്ഞാലും മതിയാണില്ല കേട്ടോ. പിന്നെ ഒരാൾ നമ്മളെ ഇങ്ങനെ തള്ളിയില്ലെങ്കിൽ ചെയ്യും, നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ വിചാരം, പക്ഷെ ഒന്നും നമ്മൾ ചെയ്യില്ല. ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് ചെയ്യണം 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 എന്നുള്ള അതിലൊക്കെ ചെയ്യും. താങ്ക് യു മാം, താങ്ക് യു. ഞാൻ അതുകൊണ്ടൊന്ന് വന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് സലീം ടീച്ചർ. ഒരുപാട് സന്തോഷം, നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, മൈമുന മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എത്തിയമ്മ. ഗുഡ് മോർണിംഗ് മൈമുന മാം, വീഡിയോയിൽ വരൂ. സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എല്ലാം ഉഷാറായി പോണു. ഞാൻ 15ാം ബാച്ചിൽ വന്നാണ്. എന്റെ സൗലത്ത് മേമനാണ് PCA. സുഖാണ്, സന്തോഷായിരിക്കണ്. ഞാൻ 2 വാക്ക്, പുതുവർഷം വരികയല്ലേ, ഞാൻ 2 വാക്ക് പറയട്ടെ, ഞാനും വന്നതാ. പിന്നെ നല്ല തന്നെയാണ്, സന്തോഷം, സമാധാനം. ഒരുപാട് സന്തോഷം കേട്ടോ, പിന്നെ ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമ്മുടെ കോഴ്സ് ചെയ്യാത്ത, ഇതൊക്കെ നമ്മൾ കോഴ്സ് ചെയ്ത ആളുകളാണല്ലോ. കോഴ്സ് ചെയ്യാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ സംസാരിക്കാത്ത എന്താ? നിങ്ങളും സംസാരിക്കൂ. ഓക്കെ, വിസമ്മ അൺമ്യൂട്ട് ചെയ്തോളൂ. നഫീസമ്മ അൺമ്യൂട്ട് ചെയ്യൂ. സുലേഖ മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ പറഞ്ഞതാ മാം. ആര്? നഫീസ മാം പറഞ്ഞ? ഈ നഫീസ മാം ആണ്. ഓക്കെ, വെരി ഗുഡ്. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. മാമിനെ കടന്ന് നേരിട്ട് കണ്ടതിൽ എന്തോരം സന്തോഷം. ഒരേ ആഗ്രഹിച്ചതേനു ഇതൊക്കെ. മീഡിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ട് ഇത്ര നല്ലൊരു പരിപാടി ഞാൻ കൂടിയത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹിനെ ആദ്യമായി സ്തുതിക്കുന്നു. EFT വരാൻ സാധിച്ചതിന്റെ ഒരു അനുഗ്രഹമാണ് അള്ളാഹിന്റെ ഞാൻ വിചാരിക്കുന്നത്. അത്രയും നല്ലൊരു ഇതാണത്.
ഒരുപാട് മാറ്റങ്ങളുണ്ട്. അൽഹംദുലില്ലാ എപ്പോഴും വരണം ഇങ്ങനെ വരണം വിചാരിച്ചപ്പോ കുറെ ആൾക്കാരുണ്ടാവും, പുതിയ ആൾക്കാർ പറഞ്ഞോട്ട് വിചാരിച്ച അവസരം കൊടുക്കുക. ഞാൻ 14ാം വയസ്സിലാണ് ഹസീമ മാം എന്നെ വിളിച്ചിരുന്നെ. അൽഹംദുലില്ലാ മാഷാ അല്ലാ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അഡ്വാൻസിനും കൂടി വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനല്ലാഹു സാധിപ്പിച്ചേറ്റ് കുറച്ച് പൈസ തീർച്ചയായിട്ടും ഗോൾ സെറ്റ് ചെയ്യാം. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിന്ന് പറഞ്ഞില്ലേ നമ്മള് ഗോൾ സെറ്റ് ചെയ്യാന്ന്, ഇന്ന് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് സെറ്റ് ചെയ്യൂ കേട്ടോ. എത്രയും ഒരുപാട് പെട്ടെന്ന് അഡ്വാൻസിലെത്താൻ സാധിക്കട്ടെ. ആമീൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അറിവില്ലാത്ത കുറേ അറിവുകൾ കിട്ടി. അതിൽ നമുക്കല്ലൊരു പ്രാധാന്യമാണ്. കാരണം ഒന്നും അങ്ങനെ തിരിച്ചറിവില്ലല്ലോ. അപ്പൊ ഒന്ന് ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. വളരെ നന്ദി. നമ്മളോട് അൽഹംദുലില്ലാ അള്ളാഹിനോട് എല്ലാരോടും ചുരുക്കമല്ലേ ഓക്കെ, എന്നാ താങ്ക് യു സോ മച്ച് സുലൈഖ മാം. താങ്ക് യു, താങ്ക് യു. റുക്കിയ മാം, നമുക്കൊന്ന് സ്പീഡപ്പ് ആക്കിയാലോ? റുക്കിയ മാം ഉണ്ടോ? അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കണോ? അമീറ മാം സംസാരിച്ചോളൂ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഇന്നത്തെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ കൊല്ലം ലാസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് താങ്ക് യു പറയാൻ വേണ്ടിട്ട് കയറിയതാണ്. ഇനി അടുത്ത കൊല്ലല്ലേ നമ്മൾ ഓക്കെ. സംസാരിക്കുള്ളൂ. പിന്നെ നല്ല മീറ്റപ്പിന് വന്ന് മേമിനെ കണ്ടിരുന്നു. എല്ലാ മേമന്മാരെയും കണ്ടിരുന്നു. കണ്ടില്ല എന്നെ ഓർമ്മയില്ലേ? ഓ പിന്നെ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. നല്ല മീറ്റപ്പ് ആയിരുന്നു. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. സാറ് എന്തോരം നമ്മൾക്ക് വേണ്ടി അത്ര നേരം നിന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് തന്ന് വളരെ നന്ദി അതിന് വേണ്ടിയിട്ട്. പിന്നെ എന്ന് വെച്ചാൽ നല്ല ഭക്ഷണമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമീപനവും നല്ലതായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ട്ടാ. താങ്ക് യു, താങ്ക് ഓക്കെ. യു അമീറ മാം. ഒരുപാട് സന്തോഷം കേട്ടോ കാണാൻ പറ്റിയതില്. നേരിട്ട് കാണുമ്പോൾ നമ്മുടെ ഈ സ്ക്രീനിലുള്ളവരെ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ഒത്തിരി ഒത്തിരി സന്തോഷമാണ്. റുക്കിയ മാമിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റാഹത്ത് അൺമ്യൂട്ട് ചെയ്തോളൂ. ആരാണ് റാഹത്ത്? ഞാനാണ് മാം. അസ്സലാമു അലൈക്കും. പേരെന്താണ് പറയൂ. ഞാൻ എന്റെ റാഹത്ത് മാമിന്റെ പേര് ആയിഷ മാം. ഞാൻ 15th ബാച്ചിലാണ്. ഓക്കെ. ഞാൻ മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. മാമിനെ കണ്ടു. മാം ഉച്ചയ്ക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിച്ചപ്പോഴൊക്കെ സംസാരിച്ചപ്പോ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ജിനു മാമിനെ ഹഗ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇന്നിപ്പോ ഒരാൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വിഷമം. അന്ന് ഹഗ് ചെയ്യേണ്ടതായിരുന്നു. ആയിഷ മാം എന്റെ മാം അവിടെ ഇരിക്കുവായിരുന്നു. അപ്പം മാമുമായിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണോന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും സാധിച്ചില്ല. പിന്നെ എനിക്ക് എന്റെ മോനൊരു ബുദ്ധിമുട്ടുള്ള മോനാണ്. അപ്പം അവനാണ് എന്നെ ഇതിലോട്ട് ചേർത്തതും. പിന്നെ അവനും അനിയന്റെ അടുത്ത് പറയുന്നു, ഉമ്മച്ചി ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നതാ, ഉമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ഉമ്മച്ചിയുടെ മുട്ടുവേദനയൊക്കെ മാറി, നീ അറിഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് സന്തോഷമാണ് മാം. ഞാനും എന്റെ മനസ്സിൽ വിചാരിക്കാത്തതാണ് ഈ നടന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ ഈ EFT കോഴ്സിലേക്ക് വരുമെന്നോ എനിക്ക് അതിന്റെ സാമ്പത്തികമോ ഒന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ വന്ന കുറെ ദുരനുഭവങ്ങളായിരുന്നു 2025. അതിൽ നിന്നെല്ലാം കരകയറിയത് EFT ആണ് എന്നെ കരകയറ്റിയത്. അതുപോലെ തന്നെ എന്റെ മോനാണ് എനിക്ക് തുണയായിട്ട് വന്നത്. ഹസ്ബൻഡിന് വരണമെന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടാണ് പൈസ അടച്ചതും. പക്ഷെ ആ സമയത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആ കൊണ്ടോട്ടിയിലെ സ്ഥലമൊക്കെ ഞാൻ മറന്നുപോയി. അവിടെയൊക്കെ കൊണ്ടുവന്ന് എന്റെ മോൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് എന്റെ മോൻ തിരൂര് പോയി. ഒരു വയ്യാത്ത കണ്ണിനും ചെവിക്കും 2 ഡിസബിലിറ്റി ഉള്ള മോനാണ്. ഞാൻ ഇതിനു മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുള്ളതാണ് മോന്റെ കാര്യങ്ങളെല്ലാം. ആ മോൻ പോയി. അവൻ ചെല്ലുന്നിടത്തൊക്കെ അവന് പരിചയക്കാരാ. അവിടുന്ന് കുറെ ഗിഫ്റ്റ് അവന് ഒരു കടയിൽ നിന്ന് ഒരു കിറ്റ് അച്ചപ്പമാണ് കൊടുത്തു വിട്ടത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കപ്പ്. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോഴല്ലേ മാം ഇതൊക്കെ എന്തോ എനിക്കൊരു അത്ഭുതമായിട്ട് ഇതൊക്കെ തോന്നുന്നത്. ഞാൻ 4 ദിവസം എന്റെ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോ ഇവിടെ കുറെ പ്രശ്നങ്ങള്. ഉമ്മായെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ 5 മക്കളുള്ള വീട്ടിൽ ആരുമില്ല. സത്യം പറഞ്ഞ ആ സമയത്ത് ആ 3 നമുക്ക് ദിവസത്തേക്ക് ചുരുക്കാം മാം. നമുക്ക് എന്താണെങ്കിലും മാം ഒരു ആള് ഷൂ പോയ കാര്യം പറഞ്ഞ പോലെ എനിക്ക് എന്റെ കണ്ണട നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയ ഇല്ലെങ്കില് 10,500 രൂപയുടെ കാര്യമുള്ളൂ, ഞാൻ വാങ്ങിച്ചോളാം. എന്നാലും ഞാൻ അത് പറയുവാണ് മാമിന്റെ അടുത്ത്. ഞാൻ ഗ്രൂപ്പിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് മാം. അതാണ് ഞാൻ കൂടുതൽ ഇപ്പൊ ലാസ്റ്റ് വന്നത്. ഹാപ്പി ബർത്ത്ഡേ മിനി മാം. ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പിന്നെ അപ്പൊ ഞാൻ ഒരുപാട് നാള് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇന്നത്തെ ജീവിക്കാൻ മെഡിറ്റേഷൻ സാധിക്കട്ടെ. ക്ലാസ് ഒന്നും എനിക്ക് ഇരുന്ന് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് നല്ല വർക്കിലായിരുന്നു. പഴയ ഓക്കെ. അപ്പൊ ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ ആ ടൈം അതായതുകൊണ്ട് എക്സൈഡ് ചെയ്തത് കൊണ്ട് നമുക്ക് ചുരുക്കാം. ഓക്കെ, ഞാൻ ഫമീന മാമിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടേ.
ഓക്കെ, റാഹത്ത് മാമിന്റെ ഇത് എന്താണ് കണ്ണട പെട്ടെന്ന് കിട്ടട്ടെ. അതുപോലെ തന്നെ സഫിയ മാമിന്റെ ഒരു ഷൂ മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു, മാറിപ്പോയിട്ടുണ്ട്. അതും എത്രയും പെട്ടെന്ന് അവർക്ക് കിട്ടട്ടെ. വേറെ ആരുടെ ഒരു കൈച്ചേന് മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് നല്ലൊരു മോർണിംഗ്. ക്ലാസ് ആയിരുന്നു ഇന്ന്. മെഡിറ്റേഷനും നല്ലതായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരു പുതുവർഷം വരെ. പിന്നെ എനിക്ക് കൈച്ചേരി പറഞ്ഞപ്പോ മാമിന്റെ കൈച്ചേരി എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അവിടെ ചെന്ന് ഇരുന്നേക്ക് എനിക്കൊരു ഗോൾഡ് കിട്ടിയത്. ഞാനിത് ആരതാണാവോ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചപ്പോഴാണ് മാമിനെ കണ്ടത്. അപ്പൊ മാം പറഞ്ഞത് എന്റെ തന്നെയാണ് എന്ന്. അത് യെസ്, നല്ലൊരു ഓക്കെ, താങ്ക് യു സോ മച്ച് ഫെമിന മാം. അപ്പൊ കൈച്ചേനിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ കൈച്ചേനും അതുപോലെ എനിക്കറിയില്ല കേട്ടോ, എന്റെ കൈച്ചേന് മിസ്സായതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് അത്രയും ആ ഹോളില് എൻ്റെ ഹോളിൽ ഓടി നടക്കുന്ന ഞാനാണ്. അപ്പോ എവിടെ അതെങ്ങാനും മിസ്സായിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെയാണല്ലോ നമ്മള് നിസ്കരിക്കാനൊക്കെ കൈ മാറ്റുന്ന സമയത്താണ് കൈ കാണുക. എന്നാലും ഞാൻ ആ നോക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്നെടുത്ത് തന്നെയാണ് ഫെമിന മാം അത് എനിക്ക് എടുത്ത് തന്നത്. അപ്പോഴാണ് ഞാൻ എന്റെ കയ്യിലേക്ക് നോക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. അത് ഫെമിന മാമിന് കിട്ടുകയും അതേ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഒരുപാട് നന്ദി ഫെമിന മാം. ഓക്കെ, അത് മിസ്സായില്ല. അതുപോലെ എല്ലാവരുടെയും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് തിരിച്ചു കിട്ടട്ടെ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇനിയും ഒത്തിരി സമയം പോകൂലേ? ഓക്കെ, ഒന്ന് ചുരുക്കിയിട്ട് പറയുകയാണെങ്കിൽ 2 പേര് അല്ലെ, 3 പേര്, ഇനി 3 പേരില്ലേ, 3 പേർക്കും കൂടെ പെട്ടെന്ന് ചാൻസ് തരാം കേട്ടോ. ഓക്കെ, ഹസീന മാം, ഇനി വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്യില്ലേ? ഹലോ ഹസീന മാം. മാം. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒന്ന് ഒന്ന് നല്ല വീഡിയോയിൽ വരാമോ? വീഡിയോയിൽ കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടേ വീഡിയോയിൽ ഒന്നും വരില്ല. എന്നിട്ട് ചോദിക്കും തസ്ലീന മാം എന്നെ അറിയൂലേന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ പറയാനാ? തസ്ലീന മാം എന്നെ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകളും വരാറുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കാറുണ്ടല്ലോ, മുഖം കണ്ടാലല്ലേ നമുക്ക് അറിയുള്ളൂ. തസ്ലീന മാം, ഓക്കെ, നല്ല വൈബായിരുന്നു. അവിടെ വന്നപ്പോ അവിടുത്തെ ഫുഡും അവിടുത്തെ മാലകന്മാരും എല്ലാവരും നല്ല വൈബായിരുന്നു. ഞാൻ 18 ബാച്ചിലെ ക്ലൈന്റ് ആയിരുന്നു. എന്റെ പി സി ഫെമിഷ മാമാണ്. ഓക്കെ, എല്ലാം എന്താണ് ശാരീരികമായും മാനസികമായിട്ടൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഒരു ന്യൂ ഇയറിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. ഷാനിയ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ അവസാനം ഒന്ന് അഡ്രസ് ചെയ്താണ്. കാരണം നാളെ ന്യൂ ഇയർ വരുമല്ലേ, പുതിയ ഒരു വർഷം വരുമ്പോ മാമിനോട് ഒരു മോർണിംഗ്, ഒരു ഹാപ്പി മോർണിംഗ്, ഒരു പുതുവത്സരാശംസകളൊക്കെ ഒന്ന് പറയട്ടെ എന്ന് മാത്രം വിചാരിച്ചിട്ട് ഒന്ന് വന്നതാ. പിന്നെ എക്സാമിന് പോയതുകൊണ്ട് ക്ലാസ് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, എന്നാലും കേട്ടു. പിന്നെ മീറ്റപ്പിന് വന്നിരുന്നു. അൽഹംദുലില്ലാ ഒക്കെ എല്ലാം ഉഷാറാണ്. വേദനകളൊക്കെ സമാധാനം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും കൊണ്ടും ഉഷാറ് തന്നെയാണ്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷാനിയ മാം. താങ്ക് യു. ബി ഫാത്തിമ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. സ്നേഹമുള്ള വിളിക്ക്. അതിലേറെ സന്തോഷം ഇന്നത്തെ ക്ലാസ് തന്നതില്. ഒരുപാട് കഥ പറഞ്ഞുകൊണ്ട് എന്നും നമുക്ക് തരുന്ന ആ ക്ലാസ് ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ പതിഞ്ഞു കൊടുക്കൂട്ടോ. ആ ക്ലാസ് നല്ല സൂപ്പറാണ്. അൽഹംദുലില്ലാ. EFT വരാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദി അള്ളാഹുവിനോട്. അൽഹംദുലില്ലാ. സാറിനോടും PCMമാരോടും എന്റെ PCA റുബീന മാം, തസ്ലീന മാം, സാക്കിറ ഹൈർ, ഇവരെല്ലാവർക്കും, എല്ലാ PCMമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ബി ഫാത്തിമ മാം. ഒരുപാട് സന്തോഷം ബി ഫാത്തിമ മാമിനെയും അതുപോലെ എല്ലാവരെയും ഈ ടിപ്പിനൊക്കെ കാണാൻ സാധിച്ചതില്. ഓക്കെ, ഒരുപാട് നന്ദിയും സ്നേഹവും എല്ലാരോടും അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഒരു പുതുവർഷം നാളെ പിറവി ഉള്ളതാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാവരുടെയും ജീവിതത്തിലും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ നിങ്ങള് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്
Thank you, Yes. ma'am. Thank you, ma'am. Thank you. Thank you so Thank you, much. ma'am. Thank Thank you. you. Thank you. Thank you, ma'am. Thank you. Happy New Year. Thank you, Thank you. Thank thank you. you, ma'am. Happy New Year. Bye. Happy New Year. Happy New Year. Thank you. Happy New Year. Thank you, ma'am. Thank you. Thank you.